ദൈവമേ, സ്വർഗ്ഗ നല്ല പിതാവേ, അധികാരമുള്ള യേശുവിൻ്റെ നാമത്തിൽ വീണ്ടും കർത്താവെ ഒരു വിശുദ്ധ പകൽക്കാലം കൂടി ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് നൽകിയ കൃപകൾക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഞങ്ങളെ ഓൺലൈനിലും വീക്ഷിക്കുന്ന സകല ദൈവമക്കളെ ഈ തിരുക്കരങ്ങൾ തന്നു പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധൻ്റെ ആത്മാവ് ഇവരായിരിക്കുന്ന ഭവനങ്ങളുടെ മേൽ കർത്താവെ ദൈവ സാന്നിധ്യം ശക്തമായി വെളിപ്പെടുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ കരുതലും കാവലും ഓരോ വ്യക്തികളോടും കർത്താവ് കൂടെ ഇരുന്ന് അവരനുഗ്രഹിക്കുന്ന കൃപകൾക്കായി സ്തോത്രം. തങ്ങളുടെ ഭവനങ്ങളെ തന്നെ ആരാധനാലയങ്ങളാക്കി കർത്താവെ അവർ മാറ്റുന്ന കൃപകൾക്കായി സ്തോത്രം ചെയ്യുന്നു. പിശാച് ആലയങ്ങൾ അടയ്ക്കുമ്പോൾ കർത്താവെ, ഞങ്ങൾക്ക് ഉറപ്പുണ്ട് ഞങ്ങളുടെ ഭവനങ്ങളെ അങ്ങയുടെ യാഗപീഠങ്ങളാക്കി മാറ്റിയ കൃപകൾക്കായി സ്തോത്രം. ഇന്ന് പകൽക്കാല ഭവനത്തിൻ്റെ അകത്തളങ്ങളായിരുന്നു കൊണ്ട് ആരാധിക്കുകയും പ്രാർത്ഥിക്കുകയും ഞങ്ങളെ വീക്ഷിക്കുകയും ചെയ്യുന്ന സകല വ്യക്തികളുടെ മേലും പരിശുദ്ധൻ്റെ സാന്നിധ്യം ശക്തമായി വെളിപ്പെടുമാറാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിശേഷ വർഷിപ്പ് ലീഡ് ചെയ്യുവാൻ തൻ്റെ മകനെയും ബലപ്പെടുത്തണമേ കർത്താവെ, ഞങ്ങളെ പൂർണ്ണമായി ഏൽപ്പിക്കുന്നു. യേശുവിൻ്റെ നിസ്തുല നാമത്തിൽ തന്നെ പിതാവാം ദൈവമേ, ആമേൻ. നിങ്ങളെ ഏവരെയും ഞങ്ങളെ ഈ ലൈവിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ആയിരിക്കുന്ന സ്ഥലത്ത് വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കുക. ദൈവം നിങ്ങളെ ധാരാളമായി മാനിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ജീസസ് നെയിം. ഹല്ലേലൂയ. ോളമല്ല അരയോളവും പോരാ, നിന്നിൽ മുങ്ങിടുവാൻ കൊതിയായിടുന്നേ. ോളമല്ല അരയോളവും പോരാ, യേശുവേ അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. യേശുവേ അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. സ്നേഹത്തിൻ്റെ വീതിയും നീളവും ആഴങ്ങളും ഉയരവും ആരായുവാൻ കൊതിയായിടുന്നേ. നിൻ സ്നേഹത്തിൻ്റെ വീതിയും നീളവും ആഴങ്ങളും ഉയരവും ആരായുവാൻ കൊതിയായിടുന്നേ. ോളമല്ല അരയോളവും പോരാ, നിന്നിൽ മുങ്ങിടുവാൻ കൊതിയായിടുന്നേ. ോളമല്ല അരയോളവും പോരാ, നിന്നിൽ മുങ്ങിടുവാൻ കൊതിയായിടുന്നേ. യേശുവേ
അറിയുന്ന ഒരു ദൈവത്തിന്റെ വലിയ സാന്നിധ്യം ഇതിനകത്തൂടെ ഉണ്ട്. നാം എവിടെ ഇരുന്ന് ആരാധിച്ചാലും എവിടെ ഇരായി തന്നെ ഇരുന്നാലും ദൈവവുമായിട്ടുള്ള ഒരു ബന്ധം ഉള്ളവന്റെ ജീവിതത്തിൽ, ദൈവവുമായിട്ടുള്ള ഒരു ദൈവ സ്നേഹമുള്ളവന്റെ അകത്തിലേക്ക് ദൈവം അടുത്തേക്ക് തന്നെ വരും. ഹല്ലേലൂയ. കർത്താവിന്റെ വലിയ സ്നേഹം ഇതിനകത്തുണ്ട്. കർത്താവ്, ഓ ഹല്ലേലൂയ, ഞങ്ങൾ പലവിധമായിട്ടുള്ള പല ഭാരങ്ങൾ ഞങ്ങൾ അനുഭവിച്ചു. ലോകത്തിന്റെ മോഹങ്ങൾ, ഇമ്പങ്ങൾ ഞങ്ങളെ പിടികൊണ്ടു. പക്ഷെ അതിന്നെല്ലാം വേർപെട്ടുകൊണ്ട് ദൈവത്തിലായിരിക്കുവാൻ ഈ ഒരു ആഴ്ചവട്ടക്കാലം ഞങ്ങളെ ദൈവം വഴി നടത്തിയതിനായി സ്തോത്രം ചെയ്തു പിതാവേ. കർത്താവിന്റെ വലിയ സാന്നിധ്യത്തിനകത്ത് നിന്നു തുടർന്നുള്ള നിമിഷം അത്രയും ദൈവത്തിന്റെ സാന്നിധ്യം ഞങ്ങളെ അടുക്കിലേക്ക് ചലിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പിതാവേ. ഓ ഹല്ലേലൂയ. ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവരുണ്ട് കർത്താവേ. വേദന അനുഭവിക്കുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ, ഭാരത്തലായിരിക്കുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ കർത്താവേ ഹല്ലേലൂയ, കാണുന്നവരുടെ കണ്ണ് നിറയ്ക്കുമ്പോളാം, യേശുവെ കേൾക്കുന്നവരുടെ ചെവി നിറയ്ക്കുമ്പോളാം കർത്താവിന്റെ ഹൃദയത്തിന്റെ ഉൾത്തലങ്ങളിലേക്ക് വചനം കേൾക്കുമാറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പിതാവേ. പരിശുദ്ധാത്മാവിന്റെ വലിയൊരു സാന്നിധ്യം ഇതിലൂടെ പ്രകാശിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പിതാവേ. ഓ ഹല്ലേലൂയ. വചനം കേൾക്കുമ്പോൾ, യേശുവെ പാടുന്ന പാട്ടുകൾ പാടുമ്പോൾ, ഓ ഹല്ലേലൂയ, ഹൃദയത്തെ തുറന്നു നിന്ന ദൈവത്തിന്റെ സ്നേഹം നിറയ്ക്കണമേ. ക്ഷീണിതനാകുമ്പോൾ തോളതിൽ വഹിച്ച് ലാളിച്ച് നടത്തും അപ്പനേ. ക്ഷീണിതനാകുമ്പോൾ തോളതിൽ വഹിച്ച് ലാളിച്ച് നടത്തും നോരപ്പനേ. അങ്ങേക്കാൾ വേറെ ഒന്നിനെയും സ്നേഹിക്കില്ല ഞാൻ യേശുവേ. അങ്ങേക്കാൾ വേറെ ഒന്നിനെയും സ്നേഹിക്കില്ല ഞാൻ യേശുവേ. എനിക്കായി ചെയ്തതും എനിക്കായി ചെയ്തതും എനിക്കായി ചെയ്തതും ഒരു കണ്ണും അതു കണ്ടിട്ടില്ല, കാതുകളും അതു കേട്ടതില്ല, ഹൃദയത്തിൽ തോന്നിയതില്ല. ഒരു കണ്ണും അതു കണ്ടിട്ടില്ല, കാതുകളും അതു കേട്ടതില്ല, ഹൃദയത്തിൽ തോന്നിയതില്ല. ഹല്ലേലൂയ, 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 ഒരുമിച്ച് പറയാമോ? സ്നേഹിക്കില്ല ഞാൻ യേശുവേ. യേശു എനിക്കായി ചെയ്തത്, യേശു എനിക്കായി ചെയ്തത് ഒരു കണ്ണും അത് കണ്ടിട്ടില്ല, കാതുകളും അത് കേട്ടതില്ല, ഹൃദയത്തിൽ
ഹൃദയത്തിൽ തോന്നിയതില്ല. ഹല്ലേലൂയ യേശുവേ. അതേ പരിശുദ്ധാത്മാവേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഓ ഹല്ലേലൂയ യേശുവേ. അതേ പരിശുദ്ധാത്മാവേ. ഹല്ലേലൂയ 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 എന്റെ ആവശ്യങ്ങളറിഞ്ഞ് ആകാശത്തിൻ കിളിവാതിൽ തുറന്ന് എനിക്കായി കരുതിയിടുന്ന എന്റെ യേശു എത്ര നല്ലവൻ. ഒരുമിച്ച് പറയാമോ? ഇന്നയോളമെന്നെ നടത്തിയ കർത്താവേ, ഇന്നയോളമെന്നെ പുലർത്തി എന്റെ യേശു എത്ര ും
ഞങ്ങളുടെ ദേശത്തെ എല്ലാം കർത്താവേ നീ പരിപാലിച്ച ദൈവമാണ്. നീ ഞങ്ങളെ വഴി നടത്തിയ സർവശക്തനായ ദൈവമാണല്ലോ. ഞങ്ങളുടെ അങ്ങയുടെ മുമ്പിലേക്ക് ഞങ്ങളെ ഏൽപ്പിക്കുന്ന കൊച്ച കൊണ്ട് ഒരു നാളും കൈവീഴില്ല യേശുവേ, ഒരു നാളും ഉപേക്ഷിക്കില്ല, ഒരു നാളും മറക്കുകയില്ല. എന്നെ യേശു എത്ര വിശ്വസ്തൻ, ഒരു നാൾ മറക്കുകയില്ല. എന്റെ യേശു എത്ര വിശ്വസ്തൻ, ഇന്നയോളം എന്നെ നടത്തിയവമോശേ, ഇന്നയോളം എന്നെ പുലർത്തിയവമോശാമേ. യൂറോപ്പുണ്ട് പോയപ്പോൾ വേഗം വരും. എന്റെ യേശു എത്ര പോയപ്പോൾ വേഗം വരും. എന്റെ യേശു എത്ര വിശ്വസ്തൻ. ഒരുമിച്ചൊന്ന് പറയാമോ? എന്റെ യേശു വന്നിടുമ്പോൾ, എന്റെ യേശു വന്നിടുമ്പോ തിരുമാർവോടാണ് നീടും ഞാൻ. പോയപ്പോൾ താൻ വേഗം വരൂ. എന്റെ യേശു വിശ്വസ്തൻ, പോയപ്പോൾ താൻ വേഗം വരൂ. യേശുവേ, യേശു എത്ര വിശ്വസ്തൻ, ഇന്നയോളം എന്നെ നടത്തി കർത്താവേ, ഇന്നയോളം എന്നെ പുലർത്തി. ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് പറയാമോ? കർത്താവേ, എത്ര നല്ലവൻ, അവനെന്നുമെന്നും മതിയായവൻ. എന്റെ യേശു എത്ര നല്ലവൻ. യേശുവേ, മതിയായവൻ. എന്റെ യേശു എത്ര നല്ലവൻ. നമ്മുടെ എല്ലാ കണ്ണുകളെ അടച്ച് ഈ പകൽക്കാലം നമ്മെ തന്നെ ദൈവത്തിന്റെ കരങ്ങളൊന്ന് ഏൽപ്പിച്ചു കൊടുക്കാമോ? നിങ്ങൾ എവിടെയായിരിക്കുന്നു എന്നുള്ളതിനേക്കാൾ നിങ്ങളായിരിക്കുന്ന ദൈവത്തിന്റെ സന്നിധി എന്നുള്ള ബോധമുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പുണ്ട് നമ്മൾ ആയിരിക്കുന്ന ദൈവത്തിന്റെ സന്നിധിയിലാണ്. വേദപുസ്തകം പറയുന്നു, എന്റെ നാമത്തിൽ 2-3 പേർ ഏക മനസ്സോടെ ഇവിടെ കൂടിയാൽ അവരുടെ മധ്യത്തിൽ ഞാനുണ്ട്. എന്നെ ഓൺലൈനിൽ വീക്ഷിക്കുന്ന സകല ദൈവമക്കളോട് ഇന്ന് പകൽക്കാലം ഞാൻ വിളിച്ചു പറയുന്നു, നമ്മുടെ മധ്യത്തിൽ ദൈവമുണ്ട്, നമ്മുടെ മധ്യത്തിൽ ദൈവത്തിന്റെ സാന്നിധ്യമുണ്ട്. നമ്മൾ ശരീരം കൊണ്ട് ദൂരസ്ഥരാണെങ്കിലും നമ്മൾ ആത്മാവ് കൊണ്ട് സമീപസ്ഥരാണ്.
ഇന്ന് പകൽക്കാലം നമ്മളോടൊപ്പം ഇടപെടുവാൻ, നമ്മെ അനുഗ്രഹിപ്പാൻ, നമ്മുടെ അവസ്ഥകളെ മാറ്റുവാൻ, നമ്മുടെ സാഹചര്യങ്ങളെ മാറ്റിമറിയിപ്പാൻ ദൈവം വിശ്വസ്തനാണ്. പൗലോസ് പറയുന്ന ഒരു കാര്യമുണ്ട്: ജീവിക്കുന്ന ക്രിസ്തുവിനായി, മരിക്കുന്നത് ഏറെ ലാഭം. ഇന്ന് നമുക്ക് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുത്ത ദൈവത്തോട് പറയാമോ? അവയെ നമുക്ക് അറിയാം, അവൻ സർവശക്തനായ ദൈവമാണ്, അവൻ സർവവ്യാപിയായ ദൈവമാണ്. മാറത്തു പൊൻകൊച്ചു കെട്ടി അവൻ വെള്ളോട്ടിന് സാദൃശ്യമുള്ള കാലുമുള്ളവനായി നമ്മുടെ മുമ്പിലേക്ക് ഇറങ്ങി വരുവാൻ ദൈവം വിശ്വസ്തനാണ്. പ്രിയരെ, ഈ പകൽക്കാലം നമ്മെ തന്നെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാമോ? നമ്മുടെ കണ്ണുകൾ അടച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാമോ? കഴിഞ്ഞ നാളിതുവരെ നമ്മളെ കരുതി പരിപാലിച്ചു. 5 ഭൂഖണ്ഡങ്ങളിലും ജനം മരണത്തിന്റെ വാക്കിൽ ഭയത്തിലും ഭീതിയിലും ആയിരിക്കുമ്പോൾ, അനേകർ മരണത്തെ മുഖാമുഖമായി കണ്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ, അനേകർ ഈ ജീവിതത്തിൽ നമ്മെ അടുത്ത നിമിഷം എന്ത് സംഭവിക്കുന്ന അറിയാതെ ഭാരപ്പെടുന്ന സാഹചര്യത്തിൽ ദൈവം നമ്മെ കരുതി പരിപാലിച്ചു. സ്വന്തം ഭവനത്തിൽ നിന്ന് പുറത്തു പോകാൻ കഴിയാതെ, ഒരു നേരത്തെ ആഹാരം ഭക്ഷിപ്പാൻ കഴിയാതെ, ഉറ്റവരെയും ഉടയവരെയും കാണുവാൻ കഴിയാതെ നമ്മെ ഭാരതനായിരിക്കുന്ന എത്രയോ വ്യക്തികളുണ്ട്. എന്നാൽ അവരെ കാൽമൊട്ടും നല്ലവരായതുകൊണ്ടല്ല, ദൈവത്തിന്റെ മഹാകരുണ നമ്മളോടൊപ്പം ഉള്ളത് കൊണ്ടാണ് ഇന്ന് നമ്മളെ ദൈവം കരുതിയിരിക്കുന്നത്. നമുക്ക് ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കാം. ദൈവത്തോടൊന്ന് പ്രാർത്ഥിച്ച് നമ്മളായിരിക്കുന്ന സ്ഥലത്ത് ദൈവത്തിന്റെ സാന്നിധ്യം വെളിപ്പെടുവാൻ നീ എവിടെ ആയിരിക്കുന്നു എന്നുള്ളതിനേക്കാൾ നീ ആരുടെ മുമ്പിൽ ആയിരിക്കുന്നു എന്നുള്ളതാണ് ശ്രേഷ്ഠം. നമ്മൾ ആയിരിക്കുന്ന ദൈവത്തിന്റെ അടുക്കലാണ്. ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ടെന്നും തന്നെ അന്വേഷിക്കുന്നവന് പ്രതിഫലം കൊടുക്കുന്നവനെന്നും തിരിച്ചറിയുന്നുവെങ്കിൽ, ഇന്ന് നമ്മൾ ആയിരിക്കുന്ന മേഖലയിൽ നമ്മുടെ പ്രാർത്ഥനകൾക്ക്, നമ്മുടെ കണ്ണീരിന്, നമ്മുടെ നിലവിളിക്ക് മറുപടി തരുവാൻ ആ സ്വർഗത്തിലെ ദൈവം വിശ്വസ്തനാണ്. ദൈവമക്കളെ, നമുക്ക് ആത്മാവിലൊന്ന് പ്രാർത്ഥിക്കാമോ? ഹല്ലേലൂയ. സാഹചര്യങ്ങളെ മാറ്റിമറിക്കുന്ന, അനുഭവിക്കുന്ന പ്രതികൂലത്തെ മാറ്റിമറിപ്പാൻ ദൈവം വിശ്വസ്തനാണ്. ദൈവത്തെ അന്വേഷിക്കുന്ന ഭക്തന്മാർക്ക് ഒരു നന്മയ്ക്കും കുറവില്ലെങ്കിൽ ഇന്ന് പകൽക്കാലം ഞങ്ങൾക്ക് ഉറപ്പുണ്ട് കർത്താവേ, അങ്ങയുടെ മുഖത്തേക്ക് നോക്കുന്ന ഞങ്ങൾ ആരും ലജ്ജിച്ചു പോകുന്നില്ല. ഇന്ന് പകൽക്കാലം ഞങ്ങളുടെ മുഖം പ്രകാശിതമാകാൻ, ഞങ്ങളുടെ ജീവിതത്തിലെ പ്രതിസന്ധികളെ മാറ്റുവാൻ, ഞങ്ങളുടെ പ്രശ്നങ്ങളെ മാറ്റുവാൻ സ്വർഗത്തിലെ ദൈവം വിശ്വസ്തത ഞങ്ങൾ അറിയുന്നു കർത്താവേ. യേശുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ ഇഷ്ടങ്ങൾ ഒന്നും വേണ്ട അപ്പച്ച. നിന്റെ ഇഷ്ടങ്ങൾ ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണമേ. നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ ഹിതമല്ല കർത്താവേ, ഈ നാളുകൾ നിന്റെ ഹിതം ചെയ്യുവാൻ, നിന്റെ ഇഷ്ടപ്രകാരം ഞങ്ങളായിരിക്കാൻ, ഞങ്ങളുടെ ഇഷ്ടപ്രകാരം പ്രാർത്ഥിപ്പാൻ, വചനം ധ്യാനിപ്പാൻ ഞങ്ങൾ ഓരോ മക്കളെ സഹായിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഏഴുവിളക്കിൻ നടുവിൽ ശോഭ പൂർണ്ണനാ പൊൻകച്ചയണിഞ്ഞു കാണുന്നേശുവേ. ഒരുമിച്ച് പറയാമോ? ഏഴുവിളക്കിൻ നടുവിൽ ശോഭ പൂർണ്ണനായ യേശുവേ. Oh
നിന്റെ ആത്മശക്തിയോ എന്നിൽ കവിഞ്ഞിടട്ടെ. ഒരിക്കൽ കൂടി നിന്റെ രൂപവും ഭാവവും എന്നിലാകട്ടെ. ഹൃദയത്തിന്റെ ആഴങ്ങൾ നിന്റെ ആത്മശക്തിയോ എന്നിൽ കവിഞ്ഞിടട്ടെ. സർവശക്തനായ ദൈവം കർത്താവേ, നീ സർവ്വവ്യാപിയായ ദൈവമാണ്, അങ്ങ് സർവജ്ഞാനിയായ ദൈവമാണ്, സർവ്വത്തിന്റെ ഉടയവരെ ഞങ്ങളെ സ്തുതിക്കുന്നു. ഞങ്ങളെ വാഴ്ത്തുന്നു കർത്താവേ, ഞങ്ങളെ മഹത്വപ്പെടുന്നു സർവസ്തുതികൾക്ക് യോഗ്യനെ, സ്തുത്യനായ ദൈവമേ, ആരാധനയ്ക്ക് യോഗ്യനെ, ആരാധനയ്ക്ക് യോഗ്യനെ. ഞങ്ങളെ വീണ്ടെടുക്കുവാൻ, ഞങ്ങളെ വിടുവിക്കുവാൻ, ഞങ്ങളെ പൂർണ്ണമായി സ്വാതന്ത്ര്യത്തിലേക്ക് വഴി നടത്തുവാൻ വിശ്വസ്തനായ ദൈവമാകിയാൽ ഞങ്ങളെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ ദേശത്ത്, ഞങ്ങളുടെ പട്ടണത്തിൽ, ഞങ്ങളുടെ രാജ്യത്തിന്റെ മേൽ വ്യാപരിക്കുന്ന എല്ലാ രോഗമണ്ഡലങ്ങളെയും, എല്ലാ പൈശാചിക മേഖലയും പരിപൂർണമായി തകർത്ത് ഞങ്ങളെ വീണ്ടെടുപ്പാൻ വിശ്വസ്തനെ ഞങ്ങളെ സ്തുതിക്കുന്നവ, ഞങ്ങളെ വാഴ്ത്തുന്ന കർത്താവേ. അടഞ്ഞ മേഖലകളെ ഓപ്പൺ ചെയ്യുവാൻ, അടഞ്ഞ വഴികളെ കർത്താവെ തുറക്കുവാൻ, പ്രതിസന്ധിയായിരിക്കുന്ന മേഖലകളെ മാറ്റുവാൻ സ്വർഗ്ഗത്തിലെ ദൈവമേ അങ്ങ് വിശ്വസ്തനാകിയാൽ ഞങ്ങളെ സ്തുതിക്കുന്നു. ആത്മാവിൽ പ്രാർത്ഥിച്ച്, ആത്മാവിൽ ജാഗരിച്ച്
പ്രാർത്ഥിക്കേ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ റിബനാദികന അർദ്ധമാനമസ്തുതികരുടനാമ കവനവരവൗഷന്തനേദിനാദരഗസുനികരുടന അന്തനാദികാലവൗധവനവരവൗഷന്തനാദികാലവൗധനവൗഷന്തനേ അടകം പരമത്തേനമാനഗസുനികരുടനമ. യേശുവിന്റെ നാമത്തിൽ ആദ്യത്തെ ശക്തി വെളിപ്പെടട്ടെ. 120 പേർ കൂടിയിരുന്ന മാളിക മുറിയിൽ ഇറങ്ങിയ ദൈവ സാന്നിധ്യം, ആ പെന്തക്കോസ്താനിൽ ഇറങ്ങിയ ദൈവ സാന്നിധ്യം ഞങ്ങളായിരിക്കുന്ന ഭവനങ്ങളുടെ മേൽ, ആയിരിക്കുന്ന മേഖലയിൽ കർത്താവിനെ വീക്ഷിക്കുന്ന സകല വ്യക്തികളുടെ മേൽ ആ പരിശുദ്ധന്റെ കരം ചലിക്കട്ടെ, പരിശുദ്ധന്റെ കരം ചലിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ അതിരുകൾ വിശാലമാകട്ടെ, ബൗണ്ടറികൾ പൊളിയട്ടെ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്ന ആയിരിക്കുന്ന സ്ഥലത്ത് തന്നെ ആമേ പാലിപ്പാൻ, തന്നെ അനുഗ്രഹിപ്പാൻ, തന്നെ വിടുവിച്ചെടുക്കുവാൻ ദൈവം വിശ്വസ്തന, വിശ്വസ്തന, വിശ്വസ്തന. പ്രാർത്ഥിക്കുക, ദൈവം വിശ്വസ്തനായി, ദൈവം വിശ്വസ്തനായി. ഇപ്പോൾ തന്നെ വിഷയത്തിന്റെ മേൽ ചലിക്കുവാൻ, നിന്റെ പ്രതികൂലത്തിന്റെ മേൽ ചലിക്കുവാൻ, പ്രതിസന്ധികൾ മേൽ ചലിക്കുവാൻ ദൈവം അനുകൂല പ്രതികൂലമാണ്. യേശുവിന്റെ നാമത്തിൽ ഞെരുക്കങ്ങൾ മാറട്ടെ, പ്രതികൂലങ്ങൾ മാറട്ടെ, രോഗമണ്ഡലങ്ങൾ അഴിയട്ടെ. യേശുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ രാജ്യത്ത് ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. ഞങ്ങളുടെ പട്ടണത്തെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു കർത്താവേ, ഞങ്ങളുടെ ദേശത്തെ അനുഗ്രഹിക്കുന്നു കർത്താവേ, സഭകളെ അനുഗ്രഹിക്കുന്നു, ദൈവദാസന്മാരെ അനുഗ്രഹിക്കുന്നു, നമ്മുടെ കുടുംബങ്ങളെ ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു കർത്താവേ. യേശുവിന്റെ നാമത്തിൽ യഹോവയ്ക്കായി കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറാതെ തളരാതെ ഓടുകയും ക്ഷീണിക്കാതെ നടക്കുകയും ചെയ്യുന്നത് പറഞ്ഞതുപോലെ പല രാജ്യങ്ങളായിക്കൊണ്ട് പ്രാർത്ഥിക്കുന്ന ദൈവദാസന്മാർക്കായി, ഉപവസിക്കുന്ന ദൈവദാസന്മാർക്കായി കർത്താവേ, അവരുടെ കുടുംബങ്ങൾക്കായി, യേശുവിന്റെ നാമത്തിൽ ദൈവദാസിമാർക്കായി, വിശ്വാസ വൃന്ദങ്ങൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, രാജ്യങ്ങൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഈ അനർത്ഥത്തെ മാറ്റി ഞങ്ങളുടെ ജീവിതത്തിൽ സ്വാതന്ത്ര്യം, സ്വാതന്ത്ര്യം യേശുവിന്റെ നാമത്തിൽ വെളിപ്പെടട്ടെ. ജീസസ്, പ്രാർത്ഥിച്ചേ, പ്രാർത്ഥിച്ചേ, പ്രാർത്ഥിച്ചേ. ആദ്യത്തെ ശക്തി നിങ്ങളായിരിക്കുന്ന മേഖലയിൽ വെളിപ്പെടട്ടെ. ആത്മാവിൽ നിറയപ്പെടുവേണ്ടവരട്ടെ, ആത്മാവിൽ നിറയപ്പെടുവേണ്ടവരട്ടെ യേശുവിന്റെ നാമത്തിൽ. യഹോവയാൽ കഴിയാത്ത വല്ല കാര്യാദികളുമുണ്ട്, ദൈവത്താൽ കഴിയാത്ത വല്ല കാര്യാദികളുമുണ്ട്. യേശുവിന്റെ നാമത്തിൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന പിതാവേ, ആത്മാവിൽ പ്രാർത്ഥിക്കുക, ആത്മാവിൽ പ്രാർത്ഥിക്കുക, പ്രാർത്ഥിക്കുക, പ്രാർത്ഥിക്കുക. ദൈവമക്കളെ, ഈ നാളുകൾ പരിപൂർണമായ സ്വാതന്ത്ര്യം വെളിപ്പെടട്ടെ. പ്രതികൂലങ്ങൾ മാറട്ടെ, സാഹചര്യങ്ങൾ മാറട്ടെ, പ്രതിസന്ധികൾ മാറട്ടെ, അന്ധകാരമണ്ഡലങ്ങൾ അഴിയട്ടെ, ശാപങ്ങൾ അഴിഞ്ഞു മാറട്ടെ. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുമക്കളെ പരിപാലിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യൗവനക്കാരികളെ ദൈവമേ അത് സന്ദർശിക്കണമേ, അവരെ പ്രൊട്ടക്ട് ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മാതാപിതാക്കന്മാരെ കരുതുക യേശുവിന്റെ നാമത്തിൽ. സഹോദരി സഹോദരന്മാരെ കരുതണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പിതാവേ. വേറെ ഒന്നിനെയും സ്നേഹിക്കില്ല ഞാൻ യേശുവേ അംഗീകാ. എത്ര പേർക്ക് പറയാൻ പറ്റും ഈ ലോകത്തിൽ എന്തൊക്കെ ഉണ്ടെങ്കിലും കർത്താവേ ഞങ്ങൾക്ക് സ്നേഹിപ്പാൻ നീ മാത്രമാണ്. അങ്ങേക്കാൾ മറ്റൊന്നിനെ ഞങ്ങൾ സ്നേഹിക്കുന്നില്ല. കഴിഞ്ഞ നാളുകൾ നമുക്കറിയാം, സമ്പത്തിന്റെ പുറകെ പോയവർ, ലോകത്തിന്റെ പുറകെ പോയവർ, അവർ എല്ലാം സമ്പത്ത് കൊണ്ട് നേടാമെന്ന് ചിന്തിച്ചവർ സ്വന്തം ജീവനെ പോലും നേടാൻ കഴിയാതെ ഭാരപ്പെട്ടിരിക്കുമ്പോൾ നമുക്കറിയാം, അങ്ങേക്കാൾ വേറെ ഒന്നിനെ ഞാൻ സ്നേഹിക്കത്തില്ല. എനിക്ക് സമ്പത്തല്ല കർത്താവ് ഇമ്പോർട്ടൻ്റ്, എനിക്ക് ഈ ലോകത്തിന്റെ പ്രൗഢി അല്ല ഇമ്പോർട്ടൻ്റ്, ഈ ലോകത്തിലൊരു മനുഷ്യനെ പുകഴ്ത്തി പറയുന്നതല്ല കാര്യം. ദൈവമേ,
അങ്ങയെ മാത്രം സ്നേഹിച്ച് അങ്ങയുടെ പാതയിൽ നടപ്പാൻ എന്നെ ഒന്ന് സഹായിക്കണമേ എന്ന് പറയുവാൻ കഴിഞ്ഞ എത്ര പേർ എന്നെ ശ്രദ്ധിക്കുന്നുണ്ട്? ദൈവമക്കളെ, നമ്മുടെ കണ്ണുകളെ ഒന്ന് അടച്ച് ആ ദൈവത്തോടൊന്ന് പറ. സമ്പത്ത് കൊണ്ട് നേടിയെടുക്കാൻ കഴിയത്തില്ല നിന്റെ ജീവനെ. നിങ്ങളുടെ പ്രൗഢി കൊണ്ട്, നിങ്ങളുടെ ഉന്നത നിലവാരത്തിലായിരിക്കുന്ന മേഖല കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളെ നേടുവാൻ കഴിയത്തില്ല. വേദപുസ്തകം പറയുന്നു, ഒരു മനുഷ്യൻ സർവ്വലോകം നേടിയിട്ട് തൻ്റെ ജീവനെ നഷ്ടമാക്കിയാൽ എന്തു പ്രയോജനം? ഈ ലോകത്തിലെ സകല സമ്പത്ത് കൊണ്ട് വെച്ചാൽ പോലും നമുക്ക് നേടുവാൻ കഴിയാത്ത ഒന്നാണ് നമ്മുടെ ജീവൻ. നമുക്ക് പക്ഷേ നമ്മെ തന്നെ ഒന്ന് ഒരുക്കി ദൈവസന്നിധിയിൽ കൊടുക്കാമെങ്കിൽ നമ്മെ കരുതുവാൻ, നമ്മെ പരിപാലിക്കുവാൻ, ഒരു അനർത്ഥത്തിനോ ഒരു ശാപത്തിനോ ഒരു രോഗത്തിനോ വിട്ടുകൊടുക്കാതെ നമ്മെ കരുതുവാൻ കാൽവരിയിൽ ഒരുവൻ തകരപ്പെട്ടിട്ടുണ്ട്. അവന്റെ പേരത്ര യേശു. ആ നസ്രയുടെ നാമത്തെ ചൊല്ലി ഒന്ന് വിളിക്കാമെങ്കിൽ നമ്മെ കരുതുവാൻ അവൻ വിശ്വസ്തനാണ്. ഈ ലോകത്തിലെ ജ്ഞാനം അത് വ്യർത്ഥമായി പോകും. നമുക്കറിയാം, 5 ഭൂഖണ്ഡങ്ങളിലെ ഡോക്ടർമാർ കിടന്ന് ശ്രമിച്ചിട്ട് പോലും ഇതുവരെ നാളത്തെ കാര്യം അറിയത്തില്ല. ഈ ഒരു വാക്സിൻ കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ മനുഷ്യന്റെ ബുദ്ധിയാബലമാണ്. പക്ഷെ ദൈവം പ്രവർത്തിക്കുന്നു. പ്രിയരെ, നാളെ ആ വാക്സിൻ കണ്ടുപിടിക്കത്തില്ലെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ മനുഷ്യനാണ് അസാധ്യം, ദൈവത്താൽ സാധ്യം. നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒന്ന് നടക്കണമെങ്കിൽ അത് ദൈവത്താൽ മാത്രമേ പറ്റത്തുള്ളൂ. നമ്മൾ പലപ്പോഴും ചിന്തിക്കും, എനിക്ക് അവർ എന്നോടൊപ്പം ഉണ്ടായിരുന്നെങ്കിൽ, ഇവർ എന്നോടൊപ്പം ഉണ്ടായിരുന്നെങ്കിൽ. ഞാൻ വിളിച്ചു പറയാം, അതെല്ലാം വ്യർത്ഥമാണ്, അതെല്ലാം വ്യർത്ഥമാണ്. പക്ഷെ ദൈവം നമ്മളോടൊപ്പം ഉണ്ടെങ്കിൽ, ദൈവം നമ്മളോടൊപ്പം ഉണ്ടെങ്കിൽ നമ്മുടെ കണ്ണുകൾക്ക് മറഞ്ഞിരിക്കുന്ന ഒരു വൈറസിനെ നശിപ്പിക്കാൻ ഈ ലോകത്തിലെ മനുഷ്യന് കഴിയുന്നില്ല. പക്ഷെ നമ്മുടെ ദൈവത്തിന് കഴിയും. ഞാൻ നിങ്ങളോട് ദൂത് കൈമാറുകയാണ്. ദൈവത്തിലേക്ക് നോക്കാമോ? ദൈവത്തിലേക്ക് നോക്കാമോ? നിന്റെ മുഖം ഒരിക്കൽ പോലും ക്ഷീണിച്ച്, വേദനിച്ച്, ലജ്ജിച്ച് നീ മുഖം താഴ്ത്തേണ്ടി വരത്തില്ല. ദൈവത്തിലേക്ക് നോക്കുമെങ്കിൽ നിന്റെ മുഖം പ്രകാശിതമാകും. നമുക്ക് പറയാമോ, സകലത്തെക്കാൾ അധികമായി കർത്താവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ഈ ലോകത്തിന്റെ സകലത്തെക്കാൾ അധികമായി. സമ്പത്തല്ല കർത്താവേ, ഈ ലോകത്തിലെ പ്രൗഢി എനിക്ക് വേണ്ടപ്പ. ഈ ലോകത്തിലെ ഏതിനേക്കാൾ അധികമായി എൻ്റെ മക്കൾ, എൻ്റെ തുണ, എൻ്റെ കൂടപ്പിറപ്പ്, എൻ്റെ മാതാവ്, പിതാവ്, എൻ്റെ സഭ, എൻ്റെ സഭയുടെ വിശ്വാസം, എല്ലാത്തിനേക്കാൾ അധികമായി ഞാൻ യേശുവിനെ സ്നേഹിക്കുന്നു എന്ന് പറയുവാൻ കഴിയുന്നവർ തന്റെ കരങ്ങളെ ഉയർത്തി എന്നോടൊപ്പം ചേർന്ന് പറയാമോ? അങ്ങേക്കാൾ വേറെ ഒന്നിനെയും സ്നേഹിക്കില്ല ഞാൻ, യേശുവേ സ്നേഹിക്കില്ല ഞാൻ. ആ കരങ്ങളെ നെഞ്ചോട് ചേർത്ത് വെച്ച് ദൈവത്തോട് പറയാമോ? യേശുവേ, അങ്ങേക്കാൾ വേറെ ഒന്നിനെയും സ്നേഹിക്കില്ല. രണ്ട് കരങ്ങളെ മാറോട് ചേർത്ത് വെച്ച് പറയും, അങ്ങേക്കാൾ വേറെ ഒന്നിനെയും സ്നേഹിക്കില്ല ഞാൻ, യേശുവേ. എനിക്കായി ചെയ്ത്, യേശു എനിക്കായി ചെയ്ത് ഒരു കണ്ണും അത് കണ്ടിട്ടില്ല, കാതുകളും അത് കേട്ടതില്ല, ഹൃദയത്തിൽ തോന്നിയതില്ല. യേശുവേ, ഒരു കണ്ണും അത് കണ്ടിട്ടില്ല, കാതുകളും അത് കേട്ടതില്ല, ഹൃദയത്തിൽ തോന്നിയതില്ല. അതെ പിതാവേ,
സർവ്വം. അങ്ങാണ് ഞങ്ങളുടെ പ്രത്യാശ, അങ്ങാണ് ഞങ്ങളുടെ ജീവന്റെ ഉറവ, അങ്ങാണ് ഞങ്ങളുടെ ഉയർച്ച, അങ്ങാണ് ഞങ്ങളുടെ അനുഗ്രഹം, അങ്ങാണ് ഞങ്ങളുടെ വിടുതൽ. ഓ യേശുവേ, വേറെ ഒന്നിനെയും സ്നേഹിക്കില്ല യേശുവേ. ഒന്നിച്ച് വേറെ ഒന്നിനെയുടവാ സ്നേഹിക്കില്ല യേശുവേ. നീ എനിക്കായി ചെയ്തതും യേശുവേ, യേശു എനിക്കായി ചെയ്തതും ഒരു കണ്ണും അത് കണ്ടിട്ടില്ല, കാതുകളും അത് കേട്ടതില്ല, ഹൃദയത്തിൽ തോന്നിയതില്ല. ഒരു കണ്ണ് എന്റെ അപ്പൻ എനിക്ക് കരുതിയനേക്കാൾ, എന്റെ അമ്മ എന്നെ കരുതിയനേക്കാൾ, എന്റെ ഉച്ചവൃത്തയവർ എന്നെ കരുതിയനേക്കാൾ എന്നെ കരുതിയ എന്റെ ദൈവമേ, ഞാനങ്ങേ സ്നേഹിക്കുന്ന, ഞാനങ്ങേ വാഴ്ത്തുന്ന കർത്താവേ. ഓ കാണുന്നവരുണ്ട് കർത്താവ്. യേശുവേ, ഹല്ലേലൂയ കർത്താവ്. ഇവരുടെ ജീവിതത്തിൽ ഒരു മാറ്റം വരുത്തണം. ഈ ലോകരാജ്യങ്ങളെല്ലാം വേദനയോടെ, കണ്ണുനീരോടെ, പ്രയാസത്തോടെ എത്ര പേർ നിലവിളിച്ച് ആരവത്തോടെ ആയിരിക്കും. അപ്പാ, ഞങ്ങൾ അവരെക്കാളും വലിയവരായിട്ട് ആരും ഇതിനകത്തില്ല കർത്താവ്. എങ്കിലും കർത്താവിന്റെ വലിയൊരു സ്നേഹം കൊണ്ട് മാത്രമാണ് ഞങ്ങളുടെ ജീവനെല്ലാം നിലനിൽക്കുന്നത് കർത്താവ്. യേശുവേ, ഒരു മനുഷ്യന്റെ ജീവിതം ചെറിയൊരു കൃമിക്ക് തുല്യമായി തീർന്നു കഴിഞ്ഞാൽ ജീവിതം നഷ്ടമാണെന്ന് ഞങ്ങളെ പഠിപ്പിക്കുന്നു കർത്താവ്. ജീവിതത്തിന്റെ അവസാനം എവിടെ എത്തുമെന്ന് ഞങ്ങൾ അറിയാതെ ചിന്തിക്കുമ്പോൾ എന്റെ യേശുവിനെ അറിയാം എന്റെ ജീവിതം എവിടെ എത്തി അവസാനിക്കുമെന്ന്. ഓ പരിശുദ്ധനായ നല്ല കർത്താവ്, ഇത് കേൾക്കുന്നവർ, യേശുവേ ഇത് കാണുന്നവർ, യേശുവേ ഞങ്ങൾ ഇവിടെ ആയിരിക്കുമ്പോൾ ഓ അപ്പ ഞങ്ങളെ ഒന്ന് ക്രമീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പിതാവേ. യേശുവേ, ഈ ലോകത്തിന്റെ മഹാമാരികൾ, ദൈവവചനത്തിന്റെ വെളിപ്പാടുകൾ നിറവേറിക്കൊണ്ടിരിക്കുമ്പോൾ യേശുവേ, ഞങ്ങൾ ഒരു ദിവസം ഇതിനകത്ത് നിന്ന് ഞങ്ങൾ എടുക്കപ്പെടും. അപ്പനോട് ചേർന്ന് നിൽക്കുവാൻ ഞങ്ങളെ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിനനുസരിച്ച് ജീവിക്കുവാൻ ദൈവം, അതിനനുസരിച്ച് സംസാരിക്കുവാൻ, അതിനകത്ത് പ്രവർത്തിക്കുവാൻ, അതിനകത്ത് നിന്ന് ദൈവത്തോട് ചേർന്ന് നിൽക്കുവാൻ ഞങ്ങളെ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പിതാവേ. യേശുവേ, ഹല്ലേലൂയ കർത്താവേ, ഞങ്ങൾക്കുള്ള മെസ്സേജ് യേശുവേ, ഹല്ലേലൂയ, ഞങ്ങൾ അത് കേൾക്കുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം സംഭവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഏത് മഹാമാരി നിന്നെ മൂടിയാലും, ഏത് പാപത്തിന്റെ സ്വഭാവം നിന്നെ മൂടിയാലും, പക്ഷേ ദൈവമില്ലാത്ത മനുഷ്യൻ വ്യർത്ഥമത്രേ. ദൈവമില്ലാതെ സംസാരിക്കുന്ന മനുഷ്യൻ വ്യർത്ഥമത്രേ. ദൈവത്തിന്റെ വചനമില്ലാത്തവൻ വ്യർത്ഥമത്രേ. യേശുവേ, ഹല്ലേലൂയ. തുടർന്നുള്ള നിമിഷം അത്രയും കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൽ വചനം ഓ ഹല്ലേലൂയ ഞങ്ങളെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പിതാവേ. ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവർ, യേശുവേ കണ്ടുകൊണ്ടിരിക്കുന്നവർ, ഹല്ലേലൂയ, അവരുടെ ജീവിതത്തിലേക്ക് ഒരു മാറ്റം സംഭവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ദൈവത്തോട് ഇഴുകി ചേർന്ന് നിൽക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ലോകരാഷ്ട്രങ്ങൾക്ക് ഒരു മാറ്റം സംഭവിക്കട്ടെ, രാജ്യങ്ങൾക്ക് ഒരു മാറ്റം സംഭവിക്കട്ടെ, സ്വഭാവങ്ങൾക്ക് ഒരു മാറ്റം സംഭവിക്കട്ടെ. ഹല്ലേലൂയ കർത്താവേ, തുടർന്നുള്ള നിമിഷം അത്രയും ദൈവത്തിന്റെ സാന്നിധ്യം ചലിക്കുന്നതിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അല്പനേരത്തെ വചനത്തിന്റെ ധ്യാനത്തിനായി നമ്മൾ കടന്നു പോകുന്നു. അതിലേക്ക് വേണ്ടി നമുക്കൊരു വേദഭാഗം എടുക്കാം. എല്ലാവരും എൻ്റെ കൈകളിൽ അമ്മ ബൈബിൾ എടുത്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. 1 പത്രോസിന്റെ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ വേദഭാഗം നമുക്കെല്ലാവർക്കും സുപരിചിതമായ ഒരു വേദഭാഗമാണ് ഞാൻ ഈ പറഞ്ഞ വേദഭാഗം. 1 പത്രോസിന്റെ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ വേദവാക്യം. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് അവൻ തക്ക സമയത്തു നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിൻ്റെ ബലമുള്ള കൈക്കീഴെ
താണിരിപ്പിൻ. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ദൈവം തക്ക സമയത്ത് ഉയർത്തുവാൻ ദൈവത്തിന്റെ ബലമുള്ള കൈക്കീഴെ താണിരിപ്പിൻ. ഈ വേദഭാഗം എഴുതിയത് അപ്പോസ്തലനായ പത്രോസാണ്. യേശുവിൻ്റെ 12 ശിഷ്യന്മാരിൽ ഒരുവനായിരുന്ന ശീമോൻ പത്രോസാണ് ഈ ലേഖനം എഴുതിയത്. കാരണം ഈ വേദഭാഗം എഴുതുവാൻ എൻ്റെ കാഴ്ചപ്പാട് ശരിയാണെങ്കിൽ ഇതിന് യോഗ്യനെന്ന് പറയാമെങ്കിൽ ഈ പത്രോസ് തന്നെയാണ്. കാരണം ആ വാക്യം നോക്കണമേ, അതുകൊണ്ട് അവൻ തക്ക സമയത്ത്, ദൈവം തക്ക സമയത്ത് ഉയർത്തുവാൻ ദൈവത്തിന്റെ ബലമുള്ള കൈക്കീഴെ താണിരിപ്പിൻ. കാരണം ഇത് എഴുതുവാൻ കാരണം അവനറിയാം, പരിശുദ്ധാത്മ നിയോഗത്തോടെ ഈ വേദഭാഗം എഴുതിയെങ്കിലും പത്രോസിന് തന്നെ ദൈവം കൈമാറുവാൻ കാരണമുണ്ട്. ഏത് കാര്യത്തിനും ചാടിപ്പുറപ്പെടുന്നവനാണ് പത്രോസ്. ദൈവം എന്തെങ്കിലും പറഞ്ഞാൽ അതിനു മുമ്പേ ചാടിപ്പുറപ്പെടും. യേശു കർത്താവ് പറഞ്ഞു, പത്രോസേ, ഇന്ന് കോഴിക്കോതിനും നീ എന്നെ 3 പ്രാവശ്യം തള്ളി പറയും. ഇല്ല കർത്താവ്, ഞാൻ നിനക്ക് വേണ്ടി മരിക്കും. ചാടി എല്ലാം പറയുക. അമ്മേ, അത് ചാടി പറയുക, അല്ലെങ്കിൽ വേഗത്തിൽ ഒരു കാര്യം പറയുവാൻ അമ്മേ പുറപ്പെടുന്നവനാണ് പത്രോസ്. എടുത്തു ചാട്ടക്കാരനാണ് പത്രോസ് ഏത് കാര്യത്തിനും. കർത്താവ്, നീയാണ് ആ വെള്ളത്തിൽ കൂടെ നടക്കുന്നുവെങ്കിൽ ഞാൻ അങ്ങോട്ട് പോരട്ടെ, അത് വെള്ളമാണോ അതൊന്നും ചിന്തയൊന്നുമില്ല, ചാടിക്ക് പുറപ്പെടുകയാണ്. അപ്പൊ ഏത് കാര്യത്തിനും ചാടി പുറപ്പെടുവന്ന ഒരു മനുഷ്യനായിട്ടാണ് നമുക്ക് പത്രോസിനെ കാണുവാൻ കഴിയുന്നത്. മത്തായി, അമേ, മാർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ, നമുക്ക് ഈ സുവിശേഷങ്ങളൊക്കെ കാണുമ്പോൾ ലൂക്കോസ് ഒക്കെ കാണുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ചാടി പുറപ്പെടുന്ന ഒരു പത്രോസ്. പക്ഷേ മാർക്കോസിന്റെ മാളിക മുറിയിൽ ഏകദേശം 10 ദിവസത്തോളം കാത്തിരുന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ അതേ പത്രോസിന്റെ അവസ്ഥകൾക്ക് മാറ്റമുണ്ടായി. അവൻ ഉള്ളവനായി മാറി. ഞാൻ ഈ ദൂത് കൈമാറുവാൻ കാരണം ഇത്, ഈ ദിവസങ്ങളിൽ നമ്മൾ ഭവനങ്ങളുടെ അകത്തളങ്ങളിൽ ഇരുന്നു കൊണ്ടൊരു പ്രാർത്ഥനാ ജീവിതം നയിക്കുന്നവരാണ്. എൻ്റെ ശബ്ദം കേൾക്കുന്ന ഏതൊരു വ്യക്തി എനിക്കറിയാം. കഴിഞ്ഞ നാളുകളിൽ നമ്മുടെ ആലയങ്ങളിൽ വന്ന് ഒരു ഞായറാഴ്ച മാത്രം നമ്മൾ ആരാധിച്ച് കടന്നു പോകുന്നവരാണ്. ബുധനാഴ്ച വന്ന് ആരാധിച്ച് കടന്നു പോകുന്നവർ, വെള്ളിയാഴ്ച വന്ന് ആരാധിച്ച് കടന്നു പോകുന്നവർ. ഇങ്ങനെ 3 ദിവസങ്ങൾ മാത്രമാണ് നമ്മുടെ ആലയങ്ങളിൽ നമുക്ക് കടന്നു വരാൻ പറ്റുന്നത്. പക്ഷേ ഒരു ദൈവദാസൻ ഇങ്ങനെ എഴുതി, പിശാച് ആലയങ്ങളെ അടച്ചു, പക്ഷേ നമ്മുടെ ഭവനങ്ങളെ സ്വർഗത്തിലെ ദൈവം ആലയമാക്കി. ശരിയാ, ഇന്ന് പകൽക്കാലം ഞാനൊന്ന് വിളിച്ചു പറയുക, നമ്മുടെ ഭവനങ്ങളിൽ ഇരുന്നു കൊണ്ട് പ്രാർത്ഥിക്കുവാനും വചനം ധ്യാനിക്കുവാനും ആരാധിക്കുവാനും ദൈവം ഒത്തിരി സമയങ്ങളെ നമുക്ക് വേർതിരിച്ചു തന്നിരിക്കുക. നമ്മളെല്ലാം പറയും ഇതൊരു പ്രതികൂല കാലഘട്ടമാണ്. ഇല്ല, ഞാനും അല്ല എന്നല്ല പറയുന്നത്, പ്രതികൂല കാലഘട്ടമാണ്. മനുഷ്യൻ അടുത്തെന്ത് സംഭവിക്കുമെന്ന് അറിയാതെ ഭീതിയിലായിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഈ കാലഘട്ടം. ഇതിന് അന്ത്യകാലഘട്ടം എന്ന് വേണമെങ്കിൽ നമുക്ക് വിളിക്കാം. കാരണം അത്രമാത്രം ജെരമ്യാ പ്രവചനത്തിലൊക്കെ പറയുന്ന പോലെ ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ മാറിക്കൊണ്ടിരിക്കുക. എന്നാൽ പ്രിയരെ, ഞാൻ പറയും, ഈ ദിവസങ്ങളിൽ നമുക്ക് കുടുംബമായി ദൈവസന്നിധിയിൽ ഇരുന്നു കൊണ്ട് പ്രാർത്ഥിപ്പാനും വചനം ധ്യാനിപ്പാനും ആരാധിപ്പാനും അതിനേക്കാൾ ഉപരിയായി നമുക്ക് നമ്മെ തന്നെ ശോധന ചെയ്യുവാനും ഒരു അവസരമാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. തങ്ങളെ തന്നെ താഴ്ത്തി ദൈവത്തിലേക്ക് തിരിയുവാൻ, ദൈവത്തിന്റെ സ്വന്തം ജനത്തിന് തങ്ങളെ തന്നെ താഴ്ത്തി തന്റെ ജീവിതത്തിന്റെ മേഖലകളെ ഒന്ന് ക്രമപ്പെടുത്തി തിരിയുവാൻ തക്കതായ അവസരങ്ങളാണ് ദൈവം ഈ ദിവസങ്ങൾ നമുക്ക് ഒരുക്കി തന്നിരിക്കുന്നത്. എന്റെ ശബ്ദം കേൾക്കുന്ന, ലൈവിൽ ശ്രദ്ധിക്കുന്ന ഓരോ വ്യക്തികളോട് ഞാൻ പറയുന്നു, വൃഥാ സമയങ്ങളെ ചെലവഴിക്കാതെ ലോകത്തിന്റെ കാര്യങ്ങൾക്ക് സമയം ചെലവഴിക്കാതെ ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്ക്. ദാവീദ് വിളിച്ചു പറഞ്ഞൊരു കാര്യമുണ്ട്. ഇസ്രായേലിന്റെ 2ാമത്തെ രാജാവായിരിക്കുന്ന ദാവീദ്, എന്റെ ഹൃദയം ആയവൻ എന്ന് പറഞ്ഞ ദാവീദ്, ദൈവം പറയുക, ഇവൻ എന്റെ ഹൃദയമുള്ളവനാ. അത്രമാത്രം ശ്രേഷ്ഠനായി ദൈവം കണ്ട ദാവീദ് തന്റെ ജീവിതത്തിലെ കുറവുകളെ ഉണരുകയാണ്. 51 സങ്കീർത്തനം 51 സങ്കീർത്തനം എഴുതുമ്പോൾ ഇങ്ങനെ എഴുതി, ദൈവമേ, എന്റെ ഹൃദയത്തെ ശോധന ചെയ്യണമേ, എന്റെ നിലവുകളെ അറിയണമേ, നിന്റെ ദിവ്യ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്നും എടുക്കരുതേ. നോക്കണമേ, തന്റെ കുറവുകളെ തിരിച്ചറിഞ്ഞ് പ്രാർത്ഥനയ്ക്ക് വേണ്ടി സമയം ചെലവഴിക്കുവാൻ, തന്റെ ജീവിതത്തെ ശോധന ചെയ്യുവാൻ തയ്യാറാകുന്ന ഒരു ദാവീദിനെ നമുക്ക് അവിടെ കാണാം. ഈ നാളുകൾ നമ്മളായിരിക്കുന്ന മേഖലയിൽ നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്യണം. നമ്മുടെ ജീവിതങ്ങളെ ഒന്ന് ക്രമപ്പെടുത്തണം. നമ്മുടെ ആദരങ്ങളെ ഒന്ന് ക്രമപ്പെടുത്തണം. നമ്മുടെ കണ്ണുകളെ നമുക്ക് ക്രമപ്പെടുത്താൻ പറ്റും. നമ്മുടെ കാലുകളെ ക്രമപ്പെടുത്താൻ പറ്റും. നമ്മുടെ ചിന്താമണ്ഡലത്തെ ക്രമപ്പെടുത്താൻ പറ്റും. ദൈവമക്കളെ, നമ്മുടെ ജീവിതങ്ങൾ ദിനം പ്രതി ശോധന ചെയ്യുവാൻ ദൈവം നമുക്ക് ഒരുക്കിയ നല്ല അവസരങ്ങൾക്കായി ആ കരങ്ങളെ ഉയർത്തി സ്തോത്രം പറയാമോ? ഞാൻ യേശുവിന്റെ നാമത്തിൽ നന്ദിയുള്ള ഹൃദയത്തോടെ പറയുക, ഈ ദിവസങ്ങൾ നമുക്ക് കുടുംബമായി ഒന്നിച്ചിരിക്കുവാൻ സമയമുണ്ട്. കുടുംബമായി ഒന്നിച്ച് വചനങ്ങളെ കുറിച്ച് ധ്യാനിപ്പാൻ സമയമുണ്ട്. ആശയങ്ങൾ പങ്കുവയ്ക്കുവാൻ സമയമുണ്ട്. എന്നാൽ ഈ വേദഭാഗം നോക്കണമേ, പത്രോസ് പറയുകയാകയാൽ അതുകൊണ്ട് അവൻ തക്ക സമയത്ത്, ആരാ അവൻ? അവൻ ദൈവം നമ്മെ തക്ക
തക്ക സമയത്ത് ഉയർത്തുവാൻ ദൈവത്തിന്റെ ബലമുള്ള കൈക്കീഴിൽ താണിരിക്കുക. ഒരു കാലഘട്ടത്തിൽ താണിരുന്നു. കാലഘട്ടങ്ങൾ മാറി മറിഞ്ഞപ്പോൾ ദൈവം ശക്തമായി ഉപയോഗിക്കാൻ തുടങ്ങി. ഒരു സ്റ്റേജിൽ നിന്ന് മറു സ്റ്റേജ്, അല്ലെങ്കിൽ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്ന് മറ്റൊരു പ്ലാറ്റ്ഫോമിലേക്ക് നമ്മൾ ഓടിത്തുടങ്ങി. ഒരു പ്രാർത്ഥന വീടല്ലെങ്കിൽ മറ്റൊരു പ്രാർത്ഥന വീട്ടിലേക്ക് നമ്മൾ ഓടിത്തുടങ്ങി. ഒരു ആരാധന സ്ഥലം അല്ലെങ്കിൽ മറ്റൊരു ആരാധന സ്ഥലത്തേക്ക് നമ്മൾ ഓടിത്തുടങ്ങി. ഒരു ഫയർ കോൺഫറൻസ് ഇല്ലെങ്കിൽ മറ്റൊരു ഫയർ കോൺഫറൻസിലേക്ക് നമ്മൾ ഓടിത്തുടങ്ങി. നമ്മളെ ചാർജ് ചെയ്യാൻ വേണ്ടി ഓടി. പക്ഷെ പലപ്പോഴും നമ്മളെ തന്നെ താഴ്ത്തി ഒന്ന് ഇരിക്കുവാൻ നമ്മൾ പലപ്പോഴും മടിച്ചവരാ. ഈ ദിവസങ്ങൾ നമുക്ക് താണിരുന്ന ദൈവസ്ഥനിൽ ചിലത് പ്രാപിക്കുവാൻ കഴിയും. പ്രവാചകന്മാരുടെ ശബ്ദങ്ങൾക്ക് വേണ്ടിയല്ല, പ്രവാചകന്മാരുടെ ശബ്ദങ്ങൾക്ക് വേണ്ടിയല്ല, ഏക പ്രവാചകനായിരിക്കുന്ന കർത്താവിന്റെ ശബ്ദത്തിനായി നമുക്ക് ഈ ദിവസങ്ങൾ ദൈവസ്ഥനിൽ കാത്തിരിക്കാം. അക്കരങ്ങൾ ഉയർത്തി ഒന്ന് ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ദൈവത്തിന് നമ്മളോട് എന്തൊക്കെ സംസാരിപ്പാനുണ്ട്. താണിരിക്കുന്നവരോട് ദൈവം സംസാരിക്കത്തുള്ളൂ. ദൈവത്തിന്റെ ബലമുള്ള കൈക്കീഴിൽ ഒരുവൻ താണിരിപ്പാൻ തയ്യാറായാൽ ദൈവത്തിന് അവനോട് ചില ദൂത് കൈമാറണം. യെഹെസ്കേൽ പ്രവചനത്തിൽ പറയുന്നൊരു വാക്കുണ്ട്, എന്നെ വല്ലാണ്ട് ചിന്തിപ്പിച്ചു. ദേശത്തെ നശിപ്പിക്കാതെ വണ്ണം ഇടിവിൽ ഒരു പുരുഷനെ അന്വേഷിച്ചു, ആരെയും കണ്ടെത്തിയില്ല. പ്രിയരെ, ദേശത്തെ നശിപ്പിക്കാതെ വേണം ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുവാൻ ഒരുവൻ അത് ഏത് വ്യക്തിയാകട്ടെ, ഇന്നലെ രക്ഷിക്കപ്പെട്ടവരായിരിക്കാം, 10 വർഷം മുമ്പ് രക്ഷിക്കപ്പെട്ടവർ, ദൈവവേല ചെയ്യുന്നവരായിരിക്കാം, ഏത് വ്യക്തിയാകട്ടെ, വിശ്വാസിയായിരിക്കാം. നീ ചിലപ്പോൾ പുറകിൽ വന്നിരുന്ന് ആരാധിച്ച് കയ്യമടിച്ചിട്ട് സ്തോത്രം പറഞ്ഞു പോകുന്നവരായിരിക്കാം. കയ്യടിക്കാതെ മിണ്ടാതിരുന്ന് നീ വന്നിരുന്ന് സ്തോത്രം പറഞ്ഞിട്ട് പോകുന്ന, ഉള്ളം കൊണ്ട് സ്തോത്രം പറഞ്ഞിട്ട് പോകുന്നതായിരിക്കാം. മറ്റുള്ളവരെ പോലെ വലിയ ആരാധന കാണത്തില്ല, വലിയ കരച്ചിൽ കാണത്തില്ല, വലിയ നിലവിളി കാണത്തില്ല. നിന്റെ ഹൃദയം നുറുങ്ങുന്നവരായിരിക്കും. പക്ഷേ ഏത് വ്യക്തിയും ആകട്ടെ, ദൈവം പറയുന്നു, എന്റെ സന്നിധിയിൽ ഇരിക്കാമെങ്കിൽ, എന്റെ സന്നിധിയിൽ, ആരുടെ സന്നിധിയിൽ? ഒരു മനുഷ്യൻ കാണത്തക്ക നിലവാരത്തിലല്ല. ആരും നിന്നെ ശ്രദ്ധിക്കണ്ട, ആരും നിന്നെ നോക്കണ്ട. അതുകൊണ്ട് യേശു പറഞ്ഞത്, നീ പ്രാർത്ഥിക്കുമ്പോൾ രഹസ്യത്തിൽ നിന്നെ കാണുന്ന പിതാവിന്റെ അടുക്കൽ നിന്റെ പ്രാർത്ഥന എത്താണ്ടത്. നീ നിന്നെ തന്നെ താഴ്ത്തണം. നിന്നെ താഴ്ത്തണം, നിന്റെ ജീവിതത്തെ ശോധന ചെയ്യണം. താഴ്ത്തി ദൈവസ്ഥനിൽ പ്രാർത്ഥിപ്പാൻ നീ തയ്യാറാകുമ്പോൾ സ്വർഗത്തിലെ ദൈവം നിന്നോട് ചില ദൂതുകൾ കൈമാറും. നശിപ്പിക്കാതിരിപ്പാൻ, ദേശത്ത് നശിപ്പിക്കാതിരിപ്പാൻ, കുടുംബത്തെ നശിപ്പിക്കാതിരിക്കുവാൻ, പട്ടണങ്ങൾ നശിപ്പിക്കാതിരിക്കുവാൻ, രാജ്യങ്ങൾ നശിപ്പിക്കാതിരിക്കാൻ തക്കതായ ഒരു ദൂത് നിന്നോട് കൈമാറുവാൻ ദൈവത്തിനുണ്ട്. ദൈവ മക്കളെ, നമുക്ക് പ്രവാചകന്മാരുടെ ശബ്ദം വേണ്ടെന്ന് ഞാൻ പറയത്തില്ല, പ്രവാചകന്മാരുടെ ശബ്ദം വേണ്ടെന്ന് ഞാൻ പറയത്തില്ല. ഓക്കെ, എനിവേ, എങ്കിലും ദൈവം നിങ്ങളോട് സംസാരിപ്പാൻ ആഗ്രഹിക്കുന്നു. മറ്റുള്ളവരിലല്ല ആശ്രയിക്കേണ്ടത്. ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളോട് ദൂത് കൈമാറുകയാണ്. ദൈവത്തെ ആശ്രയിപ്പാൻ നിങ്ങൾ തയ്യാറാണോ? നിങ്ങൾ ദൈവത്തിന്റെ സന്നിധിയിൽ കാത്തിരിപ്പാൻ തയ്യാറാണോ? നിങ്ങൾ ദൈവത്തിന്റെ സന്നിധിയിൽ നിലവിളിക്കുവാൻ തയ്യാറാണോ? നിന്റെ അവസ്ഥകളെ മാറ്റുവാൻ ദൈവം വിശ്വസ്തനാണ്. പ്രവാചക വൃന്ദത്തോട് സംസാരിക്കുന്ന ദൈവം നിങ്ങളോട് സംസാരിപ്പാൻ വിശ്വസ്തനാണ്. സൂര്യന്റെ ഉദയം മുതൽ അസ്തമയം വരെ മനുഷ്യപുത്രന്മാരെ പേർ ചൊല്ലി വിളിക്കും. ഞാൻ റോയ് എന്ന് വിളിക്കും, റോയൽ എന്ന് വിളിക്കും, അതിന് സിവിൽ എന്ന് വന്നേക്കാം, അല്ലെങ്കിൽ അവൻ പെട്ടെന്ന് തെറ്റിപ്പോകാം. പക്ഷേ എന്റെ കർത്താവിന് തെറ്റ് പറ്റത്തില്ല. ദൈവ മക്കളെ, താണിരുന്ന് പ്രാർത്ഥിക്കുന്നവൻ, ദൈവത്തിന്റെ മുഖം അന്വേഷിക്കുന്നവനെ ദൈവം ഒരു നാളും മറക്കത്തില്ല എന്നുള്ള കാര്യം മറന്നു പോകരുതേ. നോക്കണമേ, രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവിനോട് നീ പ്രാർത്ഥിക്ക്. രഹസ്യത്തിൽ നിന്നോട് ഇടപെടുന്ന ദൈവത്തോട് പ്രാർത്ഥിക്കൂ. അവൻ നിന്റെ ഭാവിയെക്കുറിച്ച്, നിന്റെ ഭാവിയെക്കുറിച്ച് സംസാരിപ്പാൻ, നിന്റെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ച് സംസാരിപ്പാൻ, ഏത് മേഖല നീ ക്ലിയർ ചെയ്യണമെന്നതിനെ കുറിച്ച് സംസാരിപ്പാൻ ദൈവം വിശ്വസ്തനാ. നമുക്ക് നമ്മെ തന്നെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാമോ? നമ്മളെ ശോധന ചെയ്യാമോ? ആ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാമോ? ഈ വേദഭാഗം പറഞ്ഞെങ്ങനെ? അതുകൊണ്ട് ദൈവം തക്ക സമയത്ത് ഉയർത്തണം. ഏത് സമയത്താ? നമ്മുടെ സമയമല്ല. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമുക്ക് ഒരു പ്ലാറ്റ്ഫോമിൽ നിന്ന് മറ്റൊരു ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്ന നമുക്ക് ഈ ദിവസങ്ങൾ ദൈവസ്ഥലത്ത് ചിലത് പ്രാപിക്കാൻ വേണ്ടി ഇരുത്തിയിരിക്കുന്നത്. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നു. ദൈവം അറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല എന്ന് വിശ്വസിക്കുന്ന ഒരു വിശ്വാസ സമൂഹത്തിലുള്ളവരാ നമ്മൾ. അങ്ങനെയാണെങ്കിൽ ഈ ഭൂമിയിൽ എന്ത് സംഭവിച്ചാലും സ്വർഗത്തിലെ ദൈവം അറിയുന്നു എന്നുള്ള കാര്യം നിങ്ങൾ മറന്നു പോകരുതേ. നമ്മുടെ തലയിൽ നിന്ന് രോമം പൊഴിയുന്നെങ്കിലും അതുപോലും കർത്താവിനെ അറിയാമെങ്കിൽ, പ്രിയരെ, ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും നടക്കുന്നതും കിടക്കുന്നതും എല്ലാം എന്റെ ദൈവം അറിയുന്നുവെങ്കിൽ ഈ നാളുകളെയും സ്വർഗം അറിയുന്നുണ്ട്. ഹല്ലേലൂയ. ഒരു മൊബൈലിനെ ചാർജ് ചെയ്യുവാൻ വേണ്ടി നമ്മൾ പവർ ബാങ്ക് അല്ലെങ്കിൽ നമ്മൾ കുത്തിയിടുന്നത് പോലെ ഈ ദിവസങ്ങൾ നമ്മളെ അഭിഷിക്തന്മാരെ വിശ്വാസ കുടുംബങ്ങളെ ദൈവം ഇരുത്തിയിരിക്കുക. ഞാൻ ഒന്ന് പറയും, ഏത് പ്രതികൂലമാകട്ടെ, ഏത് പ്രതിസന്ധിയാകട്ടെ, അതിന്റെ നടുവിൽ നിന്നെ സ്വസ്ഥമായി ഇരുത്തിയിരിക്കുന്നുവെങ്കിൽ അത് ദൈവത്തിന്റെ വിശ്വസ്തതയാ. നിങ്ങൾ നോക്കണം, യേശു കർത്താവ്
മരിച്ചു, അടക്കപ്പെട്ടു, മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റു. ആമേൻ. ശിഷ്യന്മാരുടെ അടുക്കൽ പോയിട്ട് നിങ്ങൾ എന്തിനാ എന്നെ വിട്ട് ഓടിയെന്ന് കർത്താവ് ചോദിച്ചില്ല. പത്രോസേ, ഞാൻ നിന്നോട് പറഞ്ഞില്ല നീ എന്നെ 3 പ്രാവശ്യം തള്ളിപ്പറയും എന്ന് കർത്താവ് പറഞ്ഞില്ല. തോമസേ, നീ എന്തിനാ സംശയിച്ചെന്ന് കർത്താവ് ചോദിക്കാൻ പോയില്ല. എന്നാലും നിങ്ങൾ എല്ലാവരും എന്നെ വിട്ട് ഓടിയല്ലോ എന്ന് യേശു പറഞ്ഞില്ല. യേശു ആദ്യം പറഞ്ഞത് നിങ്ങൾക്ക് സമാധാനം. ദൈവമക്കളെ, അടച്ചിരുന്ന റൂമിനകത്തേക്ക് കർത്താവ്, അല്ലെങ്കിൽ അടച്ചിരുന്ന ആ റൂമിലേക്ക്, ആ ഭവനത്തിലേക്ക് യേശു കയറി ചെന്നിട്ട് പറഞ്ഞത് ആദ്യത്തെ വാക്ക് സമാധാനം. ഞാൻ ഇന്ന് പകൽക്കാലം ഭവനങ്ങളിലായിരിക്കുന്ന നിങ്ങളോട് ആമേൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, നിങ്ങൾക്ക് ദൈവിക സമാധാനം ഉണ്ടാകും. ദൈവസന്നിധിയിൽ കാത്തിരിക്കുന്നവർക്ക് ദൈവിക സന്തോഷമുണ്ടാകും, ദൈവിക ഉദ്ധാരണമുണ്ടാകും. ദൈവസന്നിധിയിൽ കാത്തിരിപ്പാൻ നമ്മൾ തയ്യാറാകും. ദൈവമക്കളെ, അവൻ തക്ക സമയത്ത് ഉയർത്തും, തക്ക സമയത്ത് ഉയർത്തും. പല വ്യക്തികളും പറയുന്നത് കേട്ടിട്ടുണ്ട്, ഞാൻ ആ വ്യക്തിക്ക് കീഴ്പ്പെടാം, പക്ഷെ ഈ വ്യക്തിക്ക് കീഴ്പ്പെടത്തില്ല. ദൈവം പറഞ്ഞ തക്ക സമയത്ത് ഉയർത്താൻ ദൈവത്തിന്റെ ബലമുള്ള കൈക്കീഴിൽ താണിരിക്കാം. ദൈവത്തിന്റെ ബലമുള്ള കൈക്കീഴിൽ നമ്മൾ പലപ്പോഴും ഇങ്ങനെ പറയാറുണ്ട്, ദൈവത്തിന്റെ മുമ്പിൽ നമ്മൾ കീഴ്പ്പെടാം. എന്തിനാ ഈ ബ്രദറിന്റെ മുമ്പിൽ കീഴ്പ്പെടുന്നത്? ദൈവത്തിന്റെ മുമ്പിൽ കീഴ്പ്പെടാം. ഞാൻ സ്നാനപ്പെടുത്തിയ വ്യക്തിയുടെ മുമ്പിൽ കീഴ്പ്പെടണമോ? ദൈവത്തിന്റെ മുമ്പിൽ കീഴ്പ്പെടാം. ഞാൻ എന്തിനാ എന്റെ മക്കളുടെ മുമ്പിൽ, എന്റെ അപ്പനമ്മയുടെ മുമ്പിൽ കീഴ്പ്പെടണമോ? ദൈവത്തിന്റെ മുമ്പിൽ കീഴ്പ്പെടണം. ദൈവദാസന്റെ മുമ്പിൽ കീഴ്പ്പെടണമോ? ദൈവമക്കളെ, നീ ദൈവത്തിന്റെ മുമ്പിൽ കീഴ്പ്പെടുന്നത് എങ്ങനെയെന്ന് ചോദിച്ചാൽ യേശു കർത്താവ് അതിനൊരു ഉദാഹരണം വ്യക്തമായി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ വിശന്നിരുന്നു, നിങ്ങൾ എനിക്ക് ഭക്ഷിപ്പാൻ തന്നില്ല. ഞാൻ നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചില്ല. ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ കാണാൻ വന്നില്ല. ആ മനുഷ്യർ വ്യക്തമായി ഇങ്ങനെ തന്നെ പറഞ്ഞു, യേശുവെ എപ്പോഴാണ് നിന്നെ വിശന്ന് കണ്ടത്? കാരണം യേശുവിനെ വിശന്ന് കണ്ടിരുന്നുവെങ്കിൽ നമ്മൾ ഭക്ഷിപ്പാൻ കൊടുക്കും. തീർച്ചയാണ്, യേശു നഗ്നാണെങ്കിൽ നമ്മൾ പോയത് 10 അല്ല 50 തുണിയെങ്കിലും മേടിച്ചു കൊടുക്കാൻ നമ്മൾ തയ്യാറാ. പ്രൈസ് ദി ലോർഡ്. യേശു രോഗിയായി കിടന്ന നമ്മൾ വേണമെങ്കിൽ എല്ലാ ദിവസവും വേണമെങ്കിൽ അവിടെ പോയി ഇരുന്ന് നമ്മൾ യേശു തിരിച്ചു വരുന്നവരെ നമ്മൾ കാത്തിരുന്ന് ആ രോഗത്തെ സമയത്ത് നോക്കാൻ നമ്മൾ തയ്യാറാ. ഈ യേശു കർത്താവ് പറഞ്ഞു, നിങ്ങൾ ഈ ചെറിയവരിൽ ഒരുവന് ചെയ്യുന്നു എനിക്ക് വേണ്ടി അത്രേ, എനിക്ക് ചെയ്തതുപോലെ അത്രേ. പ്രിയരെ, ഞാൻ നിങ്ങളോട് വ്യക്തമായി വിളിച്ചു പറയുന്ന ഒറ്റ കാര്യം ഇതാ, നിങ്ങൾ താഴ്മയുള്ളവരാണോ? നിങ്ങൾ താഴ്മയുള്ളവരാണോ? നിങ്ങൾ തീർച്ചയായും അനുഗ്രഹിക്കപ്പെടും. പാസ്റ്റർ അനിസൻ കെ സാമുവൽ പറഞ്ഞൊരു കാര്യം ഞാൻ നിങ്ങളെ ഓർപ്പിക്കുക. ആ മനുഷ്യൻ പറഞ്ഞു, ഒരു മനുഷ്യന്റെ ഉയർച്ചയുടെ ലക്ഷണം എന്ന് പറഞ്ഞ താഴ്മയാണ്. ഒരു മനുഷ്യന്റെ ഉയർച്ചയുടെ ലക്ഷണം താഴ്മയാണ്. ഇന്ന് പല മക്കളും അപ്പനമ്മമാരുടെ മുമ്പിൽ താഴുവാൻ തയ്യാറാകാത്തവരാ. കാരണം എന്താ? അപ്പനമ്മയേക്കാൾ കൂടുതൽ എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസമുള്ളവരാ. നമ്മൾ മനസ്സിലാക്കണം, അവരുടെ സമ്പത്ത് കൊണ്ട്, അവർ തരുന്ന ഭക്ഷണം കൊണ്ട്, അവർ തരുന്ന വസ്ത്രം കൊണ്ട്, അവർ പണിത ഭവനത്തിൽ നമ്മൾ കിടന്നുകൊണ്ട് അവർ പറയുന്നതനുസരിച്ച് നമ്മൾ വിദ്യാഭ്യാസം മുന്നോട്ട് നയിക്കുന്നു. നമ്മൾ ദൈവം മാനിക്കുന്നുണ്ട്, അനുഗ്രഹിക്കുന്നുണ്ട്. ഒത്തിരി വിദ്യാഭ്യാസം ലഭ്യമാകുമ്പോൾ നമ്മുടെ അപ്പനും അമ്മയും നമുക്ക് വെറും യൂസ്ലെസ് പീപ്പിളായിട്ട് തോന്നാറുണ്ട്. ദൈവമക്കളെ, നമ്മൾ മനസ്സിലാക്കണം, അവരുടെ മുമ്പിൽ താഴണം. അതുകൊണ്ട് ആവർത്തന പുസ്തകത്തിൽ വ്യക്തമായി എഴുതിക്കുന്നു, പുതിയ നിയമത്തിൽ വീണ്ടും ആവർത്തിച്ച് എഴുതിക്കുന്നു, നീ ദീർഘായുസ്സോടെ ഇരിക്കുവാനും നിനക്ക് തരുന്ന ദേശത്ത് നീ അനുഗ്രഹിക്കപ്പെടുവാനും നിന്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കാം. ഈ ശബ്ദം കേൾക്കുന്ന വ്യക്തി ജീവിതങ്ങളോട് ഞാൻ പറയുന്നു, ഇന്നലെ വരെ നിങ്ങൾ അപ്പനമ്മമാരെ ബഹുമാനിക്കാത്ത വ്യക്തിയാണോ? കീഴ്പ്പെടാത്ത വ്യക്തിയാണോ? അവരെ സ്നേഹിക്കാത്ത വ്യക്തിയാണോ? അവരെ ആദരിക്കാത്ത വ്യക്തിയാണോ? ചില കാര്യങ്ങൾ അവർ പറയുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ടില്ലേ എന്ന് വരെ വന്നേക്കാം. എങ്കിലും അത് ക്ഷമിക്കാൻ, അത് പൊറുക്കുവാൻ നമ്മൾ തയ്യാറാണോ? തീർച്ചയായും നിങ്ങളുടെ മേൽ ഒരു അനുഗ്രഹം വെളിപ്പെടും. പല വ്യക്തികളും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ഞാൻ അവന്റെ മുമ്പിൽ താഴാം, പക്ഷെ ഇവിടെ താഴാൻ പറ്റത്തില്ല, എനിക്കത് പറ്റത്തില്ല പാസ്റ്റർ, ക്ഷമിക്കാൻ പറ്റത്തില്ല. ദൈവമക്കളുടെ നമ്മുടെ ഉയർച്ചയുടെ, നമ്മുടെ അനുഗ്രഹത്തിന്റെ തടസ്സം ആരോ ചെയ്ത മന്ത്രവാദമല്ല, ആരോ ചെയ്ത ശാപവാക്കുകൾ ഞാൻ വിശ്വസിക്കത്തില്ല. കാരണം ഇസ്രായേലിന് ആ വിചാരം പറ്റത്തില്ല, ലക്ഷണവിദ്യ ഭരിക്കത്തില്ല യാക്കോബിന് എന്നെല്ലാം വേദപുസ്തകം പറയുന്നു. നീ ദൈവത്തിന്റെ കയ്യിൽ ആണോ? ദൈവത്തിന്റെ പ്രൊട്ടക്ഷനിലാണോ? ഒരു മന്ത്രവാദമോ ഒരു ആഭിചാരമോ നിന്നെ തൊടാതെ വണ്ണം നിന്നെ ഉയർത്തി എത്തിക്കാണ്ട സ്ഥലത്തെത്തിപ്പാൻ ദൈവം വിശ്വസ്തനാ. അടുത്തവരെ നോക്കി നമ്മൾ പറയാറുണ്ട്, അയ്യോ അവരെ പോലെ എന്നെ ഉയർത്തുന്നില്ല, അവരെ പോലെ എന്നെ മാനിക്കുന്നില്ല. നമ്മൾ അവരുടെ ഏതോ ഒരു നെഗറ്റീവ് നോക്കുന്നു, അയ്യോ ആ നെഗറ്റീവ് ഉള്ളവൻ അവനെ ഉയർത്തുന്നു. പക്ഷേ നമ്മളൊന്ന് മനസ്സിലാക്കുക ദൈവമക്കളെ, ആ നെഗറ്റീവ് വന്നത് മുതൽ അവൻ ദൈവസ്ഥനിൽ കിടന്ന് കരയുവാൻ തുടങ്ങി. യാക്കോബിനെ നോക്ക്, സ്വത്രം, യാക്കോബ് ദൈവസ്ഥനിൽ നെടുമ്പാടെ കിടന്ന് കരയുവാൻ തയ്യാറായി. യാബോക്കൽ എന്ന കണ്ടുതീർത്തു അവൻ ദൈവത്തോട് മല്ല് പിടിച്ചെന്ന് പറയുന്നു. തെറ്റ് കടന്നു വന്നപ്പോൾ ദാവീദ് ചെയ്ത പരിപാടി എന്താ? നാഥാൻ പ്രവാചകൻ വന്ന് പറഞ്ഞു, അല്ലയോ ഒരു മനുഷ്യ
മനുഷ്യന് 100 ആടുണ്ടായിരുന്നു. അവൻ 100 ആടുള്ളവന്റെ അടുക്കൽ ഒരു വിരുന്നുകാരൻ വന്നു. 100 ആടുള്ളവൻ തന്റെ വിരുന്നുകാരനെ പോഷിപ്പിക്കാൻ തനിക്കുള്ള ഒരു ആടിൽ നിന്നല്ല എടുത്തു കൊടുത്തത്. പിന്നെ ഒരാടുള്ളവൻ, ഓമനിച്ച് വളർത്തിയ ഒരാടുള്ളവന്റെ നിന്നും ആടിനെ പിടിച്ചാണ് വിരുന്നുകാരന് കൊടുത്തത് എന്നൊക്കെ പറഞ്ഞപ്പോൾ ആ ദാവീദ് കോപാകുലനായി എഴുന്നേറ്റു. വളരെയധികം ക്രോധം അവന്റെ അകത്തളങ്ങളിൽ കയറി. അവൻ ചാടി എഴുന്നേറ്റ് പറഞ്ഞു, ആരാണ് ആ നീചൻ? നോക്കണമേ, ആ അഭിഷിക്തനായിരിക്കുന്ന പ്രവാചകൻ ദാവീദിന്റെ മുഖത്ത് ഇവൻ, ആ നീചൻ നീ തന്നെ. ദൈവമക്കളെ, നമ്മളേക്ക് നോക്ക്. പലപ്പോഴും നമ്മൾ മറ്റുള്ളവരെ കൈ ചൂണ്ടും. ആ കൈ ചൂണ്ടൽ നമ്മളിലേക്ക് ഒന്ന് ചൂണ്ടി നോക്കിയേ. നമ്മുടെ ജീവിതത്തിൽ എവിടെയാണ് ശരിയാകുന്നത്? നാഥാൻ പ്രവാചകനെ പോലെ ഒരു പ്രവാചകൻ വന്ന് പറഞ്ഞാലേ നമുക്ക് തിരുത്താൻ പറ്റത്തുള്ളൂ. ആമേൻ. നമ്മുടെ ജീവിതത്തിലുള്ള തെറ്റുകൾ നമുക്കറിയത്തില്ലേ? തെറ്റു മനസ്സിലാക്കിയ ദാവീദ് ദൈവസ്ഥൽ 7 ദിവസം കിടന്ന് ഉപവസിക്കാൻ തുടങ്ങി, നിലവിളിക്കാൻ തുടങ്ങി. അവൻ രട്ടെടുത്തു. ആമേൻ. ദൈവസ്ഥലിൽ കരഞ്ഞു എന്ന് വേദപുസ്തകം പറയുന്നു. അങ്ങനെയാണെങ്കിൽ ഈ ദിവസങ്ങളിൽ നമ്മുടെ തെറ്റുകൾ ഉണർന്ന് ദൈവസ്ഥലിൽ കാത്തിരിക്കുമെങ്കിൽ ദൈവത്തിന് ചിലത് നിന്നോട് സംസാരിപ്പാനുണ്ട്. ദൈവത്തിന് ചില മേഖലയിൽ നിന്നെ എടുത്തു നിർത്തുവാനുണ്ട്. ദൈവത്തിന് ചില മേഖലയിൽ നിന്നെ അനുഗ്രഹിപ്പാനുണ്ട്. ഇതുവരെ ലോകത്ത് ഉണർവുണ്ടായിട്ടില്ല. പണ്ടെല്ലാം ജോൺ വെസ്ലിയുടെ കാലത്തൊക്കെ ഉണർവുണ്ടായേക്കാം. പക്ഷേ വീണ്ടും ഒരു ഉണർവുണ്ട്. ആ ഉണർവിനെ ദൈവം നിന്നെ ഉപയോഗിക്കണമെന്ന് നീ ആഗ്രഹിക്കുന്നുവെങ്കിൽ, നിന്റെ ഭാവിക്ക് വ്യത്യാസം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നെങ്കിൽ, നിന്റെ വിദ്യാഭ്യാസ മേഖലയിൽ അടുത്തൊരു മേഖലയിൽ മാറ്റമുണ്ടെങ്കിൽ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ, പ്രിയരെ, ഞാനെന്ന് പറയാം, കീഴ്പ്പെടൽ ഏറ്റവും അനിവാര്യമാണ്. ദൈവത്തിന്റെ മുമ്പിൽ നമ്മൾ കീഴ്പ്പെടുവാൻ തയ്യാറാ? നിന്നെ നടത്തുന്ന ദൈവദാസന്റെ മുമ്പിൽ നീ കീഴ്പ്പെടുന്നുണ്ടോ? നിന്നെ നടത്തുന്ന ഭർത്താവിന്റെ മുമ്പിൽ കീഴ്പ്പെടുന്ന ഭാര്യമാർ എത്ര പേരുണ്ട്? മക്കളെ മക്കൾ അപ്പനമ്മമാരുടെ മുമ്പിൽ കീഴ്പ്പെടുന്ന എത്ര പേരുണ്ട്? നമ്മളിന്ന് ചിന്തിക്കരുത്. ദൈവദാസന്മാരെ, നിങ്ങൾ എത്ര പേരാണ് ദൈവത്തിന്റെ മുമ്പിൽ കീഴ്പ്പെടുന്നവരുണ്ട്? ഞാൻ എല്ലാത്തിനും പെർഫെക്റ്റ് ആണ്, അതുകൊണ്ട് എന്നെ എല്ലാവരും അനുസരിക്കണം. നോ, അങ്ങനെയല്ല. നമ്മൾ മറ്റുള്ള വാക്കുകളും അനുസരിച്ച് കീഴ്പ്പെടുവാൻ തയ്യാറാണോ? അമേൻ. അങ്ങനെയാണെങ്കിൽ ദൈവം നമ്മളെ തീർച്ചയായും അനുഗ്രഹിപ്പാൻ വിശ്വസ്തനാണ്. നമ്മളെ ഉയർത്തുവാൻ വിശ്വസ്തനാണ്. ആ ബലമുള്ള കൈ കീഴ്ത്താണിരിക്കുന്നവനെ തക്ക സമയത്ത് ഉയർത്തും. അതുകൊണ്ടല്ലേ യെശയ്യാ പ്രവാചകൻ ഇങ്ങനെ വിളിച്ചു പറയുന്നു, ദൈവത്തിന്റെ സന്നിധിയിൽ യഹോവയ്ക്കായി കാത്തിരിക്കുന്നവൻ ആരാ? ദൈവത്തിന് കാത്തിരിക്കും. താഴ്ന്നിരിപ്പാൻ, താഴ്മയോടെ ഇരുപ്പാൻ ധൈര്യമുള്ളവൻ, താഴ്മയോടെ ഇരിക്കുവാൻ ക്ഷമയുള്ള ഒരുവനാണെങ്കിൽ അവനോട് ദൈവത്തിന് ഇടപെടുവാൻ ഉണ്ട്. അവനെ ശക്തീകരിക്കുവാൻ, അവനെ ബലപ്പെടുത്തുവാൻ, അവനെ അഭിഷേകം ചെയ്യുവാൻ ദൈവം വിശ്വസ്തനാണ്. നമുക്കെല്ലാം അറിയാം. പലപ്പോഴും നമ്മൾ പറയാറുണ്ട്, എന്റെ ചിന്തയിൽ വന്നൊരു കാര്യമാണ്. ഞാൻ പലപ്പോഴും ഇങ്ങനെ പാടത്തിൽ കൂടെയൊക്കെ നടക്കാറുണ്ട്. പാടം എന്ന് പറഞ്ഞ വയലിന്റെ കരയിൽ കൂടെ നടക്കാറുണ്ട്. അവിടെ എല്ലാം ഒത്തിരി കതിരുകൾ നിൽക്കാറുണ്ട്. അത് ഇങ്ങനെ നെൽമണികൾ വരുന്നതിന് മുമ്പ് കതിർ നോക്കാറുണ്ട്. പക്ഷെ അതിൻ്റെ ഇടയിൽ ചിലതെല്ലാം ഉയർന്നു നിൽക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ അത് നോക്കുമ്പോൾ അത് കതിരല്ല, അതല്ലെങ്കിൽ നെല്ലിന്റെ കതിരല്ല. ആ കാണുന്നതെല്ലാം കളകളാ, നല്ല പുഷ്ടി പോലെ നിൽക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പ്രിയരെ, നമ്മൾ നോക്കുമ്പോൾ നമ്മൾ ഉയരുന്നില്ല, നമ്മൾക്ക് വേണ്ടത്ര നന്മ പ്രാപിക്കാതെ പോകുന്നുണ്ടെന്ന് നമ്മൾ കരയുന്നുണ്ട്. ഇടയിൽ കിടക്കുന്ന കളകൾ ഉയർന്നു നിൽക്കുന്നു. ഞാൻ ഒന്ന് പറയാം, ഈ ദിവസങ്ങൾ ചിലതിനെയെല്ലാം വേർതിരിക്കുന്ന ദിവസങ്ങളാണ്. ദൈവസന്നിധിയിൽ ഈ ദിവസങ്ങൾ കാത്തിരിക്കുക, ദൈവസന്നിധി ഈ ദിവസങ്ങൾ പ്രാർത്ഥിക്കും, ഈ ദിവസങ്ങൾ ദൈവസന്നിധിയിൽ നിന്ന് ചിലത് പ്രാപിക്കുക. കളകളെ മാറ്റിയിട്ട് കതിരിനെ ഉയർത്തുന്ന ഒരു ദിവസം വരുന്നു. കരങ്ങളെ ഉയർത്തി ആ ദൈവസന്നിധി സ്തോത്രം ചെയ്ത് ഞാൻ ആത്മാവിൽ തന്നെ വിളിച്ചു പറയുന്നു, കളകളെ പറിച്ചു മാറ്റി കതിരുകളെ ഉയർത്തുന്ന നാളുകൾ വിദൂരമല്ല. നിങ്ങൾക്ക് വളരുവാൻ തക്കതായ, നിങ്ങളെ ഉയർത്തുവാൻ തക്കതായ, നിങ്ങളെ മാനിപ്പാൻ തക്കതായ ഒരു നാളുകൾ മുൻപിൽ വരാൻ പോകുന്നു. എന്നാൽ പ്രിയരെ, നമ്മൾ ഈ ദിവസങ്ങൾ കാത്തിരുന്ന് പ്രാർത്ഥിക്കുക. ആ ദൈവത്തിന്റെ ബലമുള്ള കൈ കീഴ്ത്താണിരിപ്പാൻ തയ്യാറാണോ? അവൻ തക്ക സമയത്ത് ഉയർത്തും. യാക്കോബിന്റെ ലേഖനം 4:7 പറഞ്ഞു, ആകയാൽ നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങി പിശാചിനോട് എതിർത്ത് നിൽപ്പിൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. എന്താണ് പിശാചിന്റെ തന്ത്രങ്ങൾ? ഡയറക്റ്റ് ആയിട്ട് പിശാച് വന്ന് നമ്മളോട് എതിർത്താൽ നമുക്കറിയാം ഇത് പിശാചാ, നമുക്ക് എതിർക്കുവാൻ കഴിയും. ദൈവമക്കളെ, ഡയറക്റ്റ് ആയിട്ട് പിശാച് നമ്മുടെ മുമ്പിൽ വരത്തില്ലെന്നല്ല. അഭിഷിക്തന്മാരുടെ മുമ്പിൽ ബ്ലോക്കായിട്ട് നിൽക്കുന്ന പൈശാചിക മണ്ഡലങ്ങളുണ്ട്. ചില മേഖല നമുക്ക് കാണുവാൻ കഴിയും. പക്ഷേ പലപ്പോഴും പിശാച് അതിനുവേണ്ടി ഉപയോഗിക്കുന്ന വ്യക്തി ജീവിതങ്ങളെ ആയിരിക്കും. പിശാചിനോട് എതിർത്ത് നിൽപ്പിൻ. നേരത്തെ ഞാൻ പറഞ്ഞു, താഴ്മയില്ലാത്തവന്റെ മുമ്പിൽ പിശാച് ജയാളിയാണ്. പാപത്തെ ജയിക്കുവാൻ കഴിയാത്തവന്റെ മുമ്പിൽ പിശാച് ജയാളിയാണ്. പ്രോണോഗ്രാഫിയിൽ നീ അടിമപ്പെട്ട് കിടക്കുന്നെങ്കിൽ പിശാച് ജയാളിയാണ്. മണിക്കൂറുകൾ നീ ഫോണിൽ ഈ മൊബൈൽ ഫോണിൽ സമയം കളയുന്നുവെങ്കിൽ പിശാച് നിന്റെ മുമ്പിൽ ജയാളിയാണ്. ദൈവമക്കളെ, ദൈവത്തിന്റെ മുമ്പിൽ നമുക്ക് ജയാളിയാകണം. ദൈവത്തിന്റെ മുമ്പിൽ തലകളെ ഉയർത്തി നിൽക്കണോ? പിശാചിനെ ജയിക്കണമോ? നമ്മൾ ഏതെല്ലാം മേഖലയിൽ കീഴ്പ്പെടണമോ
ആ മേഖലയിൽ കീഴ്പ്പെടും. തക്ക സമയത്ത് അവൻ ഉയർത്തും. പക്ഷെ ഇവിടെ പറഞ്ഞൊക്കെ ആകയാൽ നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങുവിൻ. ആർക്കാ നമ്മൾ കീഴടങ്ങേണ്ടത്? ദൈവത്തിന് കീഴടങ്ങണം എന്നമേ ദൈവത്തിന് കീഴടങ്ങുന്നുവെങ്കിൽ പിശാചിനോട് എതിർത്ത് നിൽപ്പിൻ. ദൈവത്തിന് കീഴ്പ്പെടുന്നവൻ പിശാചിനോട് എതിർത്ത് നിൽക്കുവാൻ കഴിയും. ഹല്ലേലൂയ. എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. ഈ ദിവസങ്ങൾ നമ്മെ ഭരിക്കുന്ന നിരാശയുടെ മേഖലയെ എതിർക്കണമെങ്കിൽ കർത്താവിനെ കൂട്ടുപിടിക്കണം. ഈ ദിവസങ്ങൾ നമ്മളെ ഞെരുക്കുന്ന സാമ്പത്തിക മേഖലയെ ജയിക്കണമോ? ദൈവസ്ഥലിൽ കീഴ്പ്പെടോ? ഈ ദിവസങ്ങൾ നമ്മെ ഭരിക്കുന്ന നാളെ നമ്മൾ എന്ത് ചെയ്യും, എന്നാ ചെയ്യും, എങ്ങനെയാകും, എന്തിട്ടായിത്തീരും, നീ ഭാരപ്പെടുന്നുണ്ടോ? വേദപുസ്തകം പറയുന്ന ഒരു മുഴം കൂട്ടുവാനോ കുറയ്ക്കുവാനോ കഴിയാത്ത നീ എന്നാത്തിനാ ഭാരപ്പെടുന്നത്? ദൈവമക്കളെ, ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ സന്നിധിയിൽ ഏൽപ്പിച്ചുകൊണ്ട് ദൈവം നിന്നെ ഉയർത്തുവാൻ വിശ്വസ്തനാ. ഈ പിശാചിന്റെ തന്ത്രങ്ങളിൽ വശമോഹിതനായി തിരിഞ്ഞു പോകാതെ തകർന്നു പോകാതെ എഴുന്നേറ്റ് നിൽപ്പാൻ നീ തയ്യാറാകുക. നോക്കണമേ. സദൃശവാക്യം 29 അതിന്റെ 23 വാക്യം, മനുഷ്യന്റെ ഗർവം അവനെ താഴ്ത്തി കളയും, മനോവിനയമുള്ളവനോ മാനം പ്രാപിക്കും. എന്നെ വല്ലാണ്ട് ചിന്തിപ്പിക്കുന്ന ഒരു വേദഭാഗമാണ്. മനുഷ്യന്റെ ഗർവം, മനുഷ്യൻ അഹങ്കാരിയായി മാറുന്നെങ്കിൽ എനിക്ക് നല്ലവണ്ണം പാടുവാൻ കഴിയും, എനിക്ക് നല്ലവണ്ണം പ്രസംഗിക്കാൻ കഴിയും, എൻ്റെ കയ്യിൽ സമ്പത്തുണ്ട്, എനിക്ക് എല്ലാം ഉണ്ട്, എനിക്ക് ശുശ്രൂഷ മേഖലയുണ്ട്, അയ്യോ അവനൊന്നുമല്ല, അവൾ ഒന്നുമല്ല. പ്രിയരെ, ആ ചിന്താഗതി മാറ്റി. ഇത് അഹങ്കാരം. ഒരു മനുഷ്യന്റെ വീഴ്ചയ്ക്ക് മുമ്പ് അവൻ അഹങ്കാരം, ഗർവം വരാം. വീഴ്ചയുടെ തുടക്കം അഹങ്കാരമാണ്. ജീവിതത്തിൽ ഗർവം എന്ന് പറഞ്ഞാൽ അഹങ്കാരത്തെ നമ്മൾ മാറ്റി. ഗർവം, മനുഷ്യന്റെ ഗർവം അവനെ താഴ്ത്തിക്കളഞ്ഞ് ഒന്നുമില്ലാത്തവനാക്കി മാറ്റുന്നു, നിലംപരിചാക്കി മാറ്റുന്നു. ഈ ദിവസങ്ങൾ നമുക്ക് ഗർവത്തെ കളയാം, അഹങ്കാരത്തെ കളയാം. നമ്മൾ ഒന്നുമല്ല ദൈവമക്കളെ. നിങ്ങൾ നോക്കണമേ, പണം കൊണ്ട് സകലവും നേടുമെന്ന് പറഞ്ഞ മനുഷ്യർ എന്നെല്ലാം ഭാരപ്പെടുന്നുണ്ട്. വലിയ കൊട്ടാരങ്ങൾ പോലുള്ള വീട് വെച്ചവന് വീട്ടിനകത്ത് കയറുവാൻ കഴിയാത്ത സാഹചര്യങ്ങൾ ആയിരിക്കുന്ന ഒരു കാലഘട്ടം. ഞാൻ ആരെയും കുറ്റം വിധിക്കുന്നതല്ല. ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളോട് പറയുന്നു, നമുക്ക് എന്തുണ്ടെങ്കിലും അത് അനുഭവിപ്പാൻ ദൈവം നമുക്ക് അവസരങ്ങളെ തരണം. ഹല്ലേലൂയ. എന്തുണ്ടെങ്കിലും അത് അനുഭവിപ്പാൻ ദൈവം നമുക്ക് അവസരങ്ങളെ തരണം. തരാതിരുന്നാൽ കാര്യമില്ല. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, എല്ലാ സമ്പത്ത് വസ്തുവകകളെല്ലാം ഉണ്ട്, നല്ല ഭക്ഷണങ്ങളുണ്ട്. ഷുഗർ പേഷ്യന്റെ മുമ്പിൽ ലഡു, ജിലേബി, ഹലുവയൊക്കെ കൊണ്ടുവച്ചാൽ അവന് കഴിക്കാൻ പറ്റുമോ? ഇല്ല. ആ വ്യക്തി നോക്കിക്കൊണ്ടിരിക്കത്തേ ഉള്ളൂ. കാരണം എന്താ? അത് കഴിച്ചാൽ ഷുഗർ വർദ്ധിക്കും. അങ്ങനെയാണ് ചിലപ്പോൾ വീഴാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സംഭവിക്കാം. ദൈവമക്കളെ, അനുഭവിപ്പാൻ ദൈവം അവസരം തരണം. നമുക്ക് ദൈവം അനുഭവിപ്പാൻ അവസരം തന്നെങ്കിൽ ആ ദൈവത്തിന് നന്ദിയുള്ള ഹൃദയമുള്ളവരായിരിക്കണം, നന്ദിയുള്ളവരായി ജീവിപ്പാൻ തയ്യാറാകണം. ഞാൻ വീണ്ടും വിളിച്ചു പറയുന്ന ഒന്ന് മാത്രമാണ്, നമ്മളെ സകലതും നേടിയിട്ടത് അനുഭവിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ അയ്യോ കഷ്ടം. യേശു കർത്താവ് ഒരു മൂഢനോട് പറയുന്ന ഒരു കാര്യമുണ്ട്. എന്നെ വല്ലാണ്ട് ചിന്തിപ്പിച്ചിട്ടുണ്ട് പലപ്പോഴും. എന്തിനാ ഇങ്ങനെ ചിന്തിപ്പിച്ചത്? ചില കാര്യങ്ങൾ ചിന്തിക്കുന്നത് നല്ലതാ. ഇങ്ങനെ ആ മനുഷ്യൻ പറഞ്ഞു, തനിക്ക് ഒത്തിരി വിളവുണ്ടായി, സമൃദ്ധി ഉണ്ടായി. ആ മനുഷ്യൻ പറഞ്ഞു, ഞാൻ എന്താ എന്റെ പാണ്ഡികശാല അല്ലെങ്കിൽ ഞാൻ സ്വരൂപിച്ചു വെക്കേണ്ട ആ കലവറ വലുതാക്കും, പൊളിച്ചു വലുതാക്കി ഞാൻ ഇതെല്ലാം ധാന്യമെല്ലാം ശേഖരിക്കും, ഞാൻ തിന്നു ആനന്ദിച്ച് ജീവിക്കും. അന്ന് രാത്രി എൻ്റെ കർത്താവിൻ്റെ ആത്മാവ് കർത്താവ് ഇങ്ങനെ സംസാരിച്ചു, എടാ മൂട, ഇന്ന് രാത്രി നിന്റെ ജീവനെ എടുത്താൽ ഈ ഒതുക്കി വെച്ചത് ആർക്ക്? ദൈവമക്കളെ, അനേകർ ഒരുക്കി വെച്ചു. അനേകർ ഒരുക്കി വെച്ചു. രാജ്യങ്ങൾ നിലവിളിക്കുന്ന നിലവിളിയുടെ മധ്യത്തിലാണ്. ദേശങ്ങൾ നിലവിളിക്കുന്നു, പട്ടണങ്ങൾ നിലവിളിക്കുന്നു, കുടുംബങ്ങൾ ഒരു മരണ വീട്ടിൽ അല്ലെങ്കിൽ ഒരു ദുഃഖ ഭവനത്തിൽ പോകാൻ സാഹചര്യങ്ങൾ നമ്മളായിരിക്കുക. ഉറ്റവർ ഉടയവർ മാറിപ്പോകുമ്പോൾ അവരെ ഒരു നോക്ക് അന്ത്യമായിട്ട് കാണുവാൻ കഴിയാത്ത സാഹചര്യത്തിൽ നമ്മളായിരിക്കുന്നു. എന്നിട്ട് ദൈവം നമ്മളെ കാക്കുന്നു. നോക്കണമേ, ഇല്ല, ദൈവത്തിന്റെ കര നമ്മളോടൊപ്പമില്ല, ദൈവ സാന്നിധ്യം നമ്മളോടൊപ്പമില്ല. എങ്ങനെയാ മോശയ്ക്ക് ഇത്രയും ജനത്തെ നയിപ്പാൻ കഴിഞ്ഞത്? ദൈവം തന്നോടുകൂടെയുണ്ട്. അതുകൊണ്ടാ ദാവീദ്, എങ്ങനെയാ നിനക്ക് യുദ്ധം ജയിക്കുവാൻ കഴിഞ്ഞത്? അവൻ പറയും, ദൈവം എന്നോടൊപ്പമുണ്ട്. അല്ലയോ ജോസഫേ, എങ്ങനെയാ നീ പൊട്ടക്കിണറ്റിൽ നിന്ന് പുറത്തേക്ക് വന്ന്? അവൻ പറയും, ദൈവം എന്നോടൊപ്പമുണ്ട്. എങ്ങനെ നീ കാരാഗ്രഹത്തിന്റെ അകത്തളങ്ങളിൽ നിന്ന് പുറത്തു വന്ന് രണ്ടാമനായി വാണു? അവൻ പറയും, ദൈവം എന്നോടൊപ്പമുണ്ട്. പുറത്തെ കയ്യേ, നീ എവിടെയാ ഇരിക്കുന്നേ?
നീ ഇരിക്കുന്നത് കൊട്ടാരത്തിന്റെ പുറത്തല്ല, അമ്മേ വാതിൽക്കലല്ലേ, നീ പടിവാതിൽക്കൽ നീ എങ്ങനെടാ ഇതിനകത്തോട്ട് കയറി വന്നു? അവൻ പറയും, ദൈവം എന്നോടൊപ്പമുണ്ട്. ദൈവമക്കളെ, താഴ്മയുള്ളവനോടൊപ്പം ദൈവമുണ്ട്, വിനയമുള്ളവനോടൊപ്പം ദൈവമുണ്ട്, കീഴ്പ്പെടുവാൻ മനോഭാവമുള്ളവനോടൊപ്പം ദൈവമുണ്ട്. അവനെ ദൈവം മേൽക്കുമേൽ 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 ഉയർത്തുക തന്നെ ചെയ്യും. ഞാൻ പറഞ്ഞു, അനിസൻ പാസ്റ്റർ പറഞ്ഞ വേട് എന്നെ വല്ലാണ്ട് ചിന്തിപ്പിച്ചു, വല്ലാണ്ട്. കാരണം അവയെ താഴ്മയുണ്ടോ, ദൈവം നമ്മളെ മേൽക്കുമേൽ ഉയർത്തിക്കൊണ്ട് ഉയർച്ച ഉള്ളവന്റെ ജീവിതത്തിൽ താഴ്മയുണ്ടാകും. ഉയർച്ച ഉള്ളവന്റെ ജീവിതത്തിൽ താഴ്മയുണ്ട്. ഗർഭം എവിടെ വരുമോ അവിടെ അമേ വീഴ്ച ആരംഭിച്ചു. അമേ ശൗലിനോട് ജനന്തിക്ക് അമേ സൈന്യം വരുന്നു, അനാം സൈന്യം വരുന്നു, നമുക്ക് വേഗത്തിൽ യുദ്ധം ചെയ്യണം, അതുകൊണ്ട് നീ വേഗത്തിൽ യാഗം കഴിക്കുക. ഈ ഒരു വാക്ക് പറഞ്ഞപ്പോൾ പാവം അമേ എന്ന് പറയുന്നില്ല, ആ മനുഷ്യൻ, ആ ശൗൽ എന്ന് പറഞ്ഞ രാജാവ് കയറി, ഒന്നാമത്തെ ഇസ്രായേലിന്റെ രാജാവ് കയറി യാഗം കഴിച്ചു. പ്രീസല്ലോ. അത് കഴിഞ്ഞപ്പോൾ ആര് വന്നു? പുരോഹിതനായിരിക്കുന്ന ശമൂവേൽ വന്നു. ശമൂവേൽ പറഞ്ഞു, കാണിച്ചത് തെറ്റാണ്, കാണിച്ചത് തെറ്റാണ്. ആമേൻ. അവൻ ആമേൻ ആ തെറ്റിനെ ഉണരാതെ താൻ രാജാവെന്നുള്ള എനിക്ക് തോന്നുന്നു അഹങ്കാരത്തോടെ ഉങ്കോടെ അവൻ പറഞ്ഞു, നീ നിന്റെ ദൈവത്തോടൊന്ന് അപേക്ഷിക്ക് എന്ന് പറഞ്ഞ് പുരോഹിതന്റെ വസ്ത്രത്തിൽ പിടിച്ചു. നോക്കണമേ, അങ്കേയും കീറി, രാജ്യത്വം കീറിപ്പോയി. അതിന്റെ അർത്ഥം അഹങ്കാരം അവന്റെ താഴ്ചയ്ക്ക് കാരണമായി. മറ്റൊരു രാജാവ് ധൂപം കാട്ടുവാൻ വേണ്ടി ധൂപപീഠത്തിലേക്ക് കയറി. ധൂപം കാട്ടുവാൻ തുടങ്ങുമ്പോൾ അവന്റെ നെറുകയിൽ വചനം പറയുന്നു, കുഷ്ഠം പൊങ്ങി. ദൈവമക്കളെ, താഴ്മയുണ്ടോ? നീ ഏത് വ്യക്തിയാകട്ടെ, ഏത് സാഹചര്യത്തിലിരിക്കുന്ന വ്യക്തിയാകട്ടെ, താഴ്മയുണ്ടോ നിന്നെ ഉയർത്തുവാൻ കാരണമായി തീരും. താഴ്മയുണ്ടോ നിന്നെ ഉയർത്തുവാൻ കാരണമായി തീരും. എനിക്കൊരു പാസ്റ്ററിനെ അറിയാം. ഇന്ന് ആ പാസ്റ്റർ 10,000-ലധികം വിശ്വാസികളുണ്ട്. വലിയൊരു ചർച്ചിന്റെ പാസ്റ്ററാണ്. ഒത്തിരി കോവർക്കേഴ്സ്, ഒത്തിരി വർക്കർമാർ ആ പാസ്റ്ററിനുണ്ട്. ഞാനൊരു മീറ്റിങ്ങിന് പോയപ്പോൾ തന്റെ അവിടെ നിൽക്കുന്ന സ്റ്റേജിൽ നിൽക്കുന്ന വ്യക്തിക്ക് ആ മനുഷ്യൻ തന്റെ ഒരു കുപ്പി വെള്ളം എടുത്ത് തുറന്ന് ആ മനുഷ്യന് കൊടുക്കുക. തന്നോടൊപ്പം വർക്ക് ചെയ്യുന്ന മനുഷ്യന്, ഒരു പാട്ടുകാരന് കൊടുക്കുന്നത് ഞാൻ കണ്ടു. ഞാൻ ചിന്തിച്ചു, ഇത്രയും ആളുകൾ നിന്നപ്പോൾ ആ പാസ്റ്റർ എഴുന്നേറ്റ് കൊടുത്തു. പോയി കൊണ്ടുകൊടുക്കേണ്ട കാര്യം എന്ത്? കാരണം വിനയത്തെ കാണിക്കുകയാണ്. ആ മനുഷ്യന്റെ വിനയം ആ മനുഷ്യൻ വിനയമുണ്ടെന്ന് മറ്റുള്ളവർ പ്രകടമാക്കിയതല്ല. പക്ഷെ എനിക്ക് തോന്നി ആ മനുഷ്യൻ വിനയമുള്ളവനാണ്. ആ മനുഷ്യനെ ഉയർത്തുവാൻ ദൈവം വിശ്വസ്തനാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ നാളുകൾ മനസ്സിലാക്കി ആ മനുഷ്യനെ ദൈവം ഭയങ്കരമായി ഉയർത്തി. ഇന്ന് കേരളക്കരയിൽ ഏറ്റവും വലിയ സഭ സ്ഥാപിക്കാൻ ദൈവം ആ മനുഷ്യനെ ഉപയോഗിച്ചു. ദൈവമക്കളെ, നമ്മൾ താഴ്ത്തി കൊടുക്കാമോ? ദൈവസ്ഥലം താഴ്ത്തി കൊടുക്കാമോ? ദൈവം നമ്മളെ ഉയർത്തുവാൻ വിശ്വസ്തനാണ്. ദൈവത്തിന്റെ ബലമുള്ള കൈക്കീഴ് താണു കൊടുക്ക്. യിരെമ്യാ പ്രവചനം 30:10 വാക്യം, ആകയാൽ എന്റെ ദാസനായ യാക്കോബേ നീ ഭയപ്പെടേണ്ട. ആകയാൽ എന്റെ ദാസനായ യാക്കോബേ നീ ഭയപ്പെടേണ്ട, ഇസ്രായേലേ നീ ഭ്രമിക്കേണ്ട എന്ന് യഹോവ അരുളി ചെയ്യുന്നു. ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്ന നമ്മുടെ ദൈവം ആരാ? അവൻ നമ്മെ വീണ്ടെടുക്കുന്ന ദൈവമാണ്. അവൻ നമ്മെ പരിപാലിക്കുന്ന ദൈവമാണ്. ഭയപ്പെടാതിരിപ്പാൻ നമുക്ക് കഴിയുമോ? യിരെമ്യാ പ്രവചനം അങ്ങനെ തന്നെയാണ് പറയുന്നത്. ആ 30-30 അധ്യായം അതിന്റെ 10-ാമത്തെ വാക്യം ഇങ്ങനെ തന്നെ വായിക്കുന്നുണ്ട്. നാം ദൈവസ്ഥലൊന്ന് കീഴ്പ്പെടുന്ന ദൈവമക്കളെ, ദൈവസ്ഥലൊന്ന് കീഴ്പ്പെടുന്ന ദൈവമക്കളെ, ദൈവം നമ്മളെ ഉയർത്തുവാൻ അവൻ ആകയാൽ എന്റെ ദാസനായ യാക്കോബേ നീ ഭയപ്പെടേണ്ട, ഇസ്രായേലേ നീ ഭ്രമിക്കേണ്ട എന്ന് യഹോവയുടെ അരുളപ്പാട്. ഞാൻ നിന്നെ ദൂരത്തു നിന്നും നിന്റെ സന്തതിയെ പ്രവാസദേശത്തു നിന്നും രക്ഷിക്കും. യാക്കോബ് മടങ്ങി വന്ന് സ്വസ്ഥമായും സ്വൈര്യമായും ഇരിക്കും. ആരും അവനെ ഭയപ്പെടുത്തുകയില്ല. ഹല്ലേലൂയ. സ്വസ്ഥമായും സ്വൈര്യമായും ഇരിപ്പാൻ നമ്മൾ സ്വസ്ഥമായും സ്വൈര്യമായും ഇരിക്കണമെങ്കിൽ ദൈവത്തിന്റെ സന്നിധിയിൽ കീഴ്പ്പെടുന്ന ഒരു മനോഭാവം ഉണ്ടാകണം. ദൈവസന്നിധിയിൽ നമ്മൾ താണിരിക്കുന്ന ഒരു മനോഭാവം ഉണ്ടാകണം. ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ തയ്യാറാകുന്ന ഒരു മനോഭാവം ഉണ്ടാകണം. മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ തയ്യാറാകുക, മറ്റുള്ളവരെ ബഹുമാനിക്കാൻ തയ്യാറാകുക. ശത്രുക്കളൊക്കെ നമ്മളെ ശത്രുവായി കാണുമ്പോൾ നമ്മൾ അവരെ ശത്രുവായി കാണുക. അവർ നമ്മളെ കണ്ടോട്ടെ, അതിൽ കാര്യമില്ല. ആ ശത്രുവിനെ സ്നേഹിപ്പാൻ നീ തയ്യാറാകുക. നിന്നോട് ദുഷ്ടത പ്രവർത്തിച്ചവരായിരിക്കാം, നീചമായി നിന്റെ മുമ്പിൽ പ്രവർത്തിച്ചവരായിരിക്കാം, അവരോട് ക്ഷമിക്കുവാൻ കഴിയുന്നുണ്ടോ? അതാണ് ഏറ്റവും വലുത്. എന്റെ ശബ്ദം കേൾക്കുന്ന വിശ്വാസികളോട് ഞാൻ ഇന്ന് പകൽക്കാലം വ്യക്തി ജീവിതങ്ങളോട് ഞാൻ വിളിച്ചു പറയുന്നു, ദൈവമക്കളോട് ഞാൻ വിളിച്ചു പറയുന്നു, ഒരു താഴ്മ നിന്റെ ജീവിതത്തിലുണ്ടോ? നീ തീർച്ചയായും അനുഗ്രഹിക്കപ്പെടും. ഒരു താഴ്മയുണ്ടോ? നിന്റെ ദൈവം ഉയർത്തുവാൻ ഒത്തിരി വാക്യങ്ങളുണ്ട്, ഒത്തിരി വാക്യങ്ങൾ. പക്ഷെ താഴ്മ ഉള്ളവന്റെ ജീവിതത്തിൽ ദൈവം അനുഗ്രഹിപ്പാൻ വിശ്വസ്തനാണ്. എന്നാൽ എന്റെ ദാസനായ
യാക്കോബേ നീ ഭയപ്പെടണ്ട. ഓരോ വാക്യങ്ങളും താഴ്മയുള്ളവൻ ഭയപ്പെടേണ്ട ആവശ്യമില്ല. ദൈവത്തിന്റെ കയ്യിൽ അവൻ സുരക്ഷിതനാണ്. യോബിനെ പോലെ താഴ്മയുള്ള മനുഷ്യൻ ആരാ ഉള്ളത്? അവനെ കരുതുന്ന ഒരു ദൈവം, അവനെ കാക്കുന്ന ദൈവം. നമ്മുടെ ഭവനങ്ങൾ നമ്മളായിരിക്കുമ്പോൾ വൃഥാവിലിരുന്ന് സമയം കളയരുത്. ഞാൻ നിങ്ങളോട് പറയുന്നു, ഈ ദിവസങ്ങൾ നമുക്ക് ദൈവസ്ഥലത്താണിരിക്കാം. അപ്പനും മക്കളും ആമേൻ, അതുപോലെ തന്നെ അമ്മയും എല്ലാം കുടുംബമായി യാക്കോബിന് പറയുവാൻ ഒന്നുണ്ട്, ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കും, അവൻ എന്നെ അനുഗ്രഹിക്കും, അവൻ എന്നെ സ്വസ്ഥമായി വിടുവിക്കും. നിങ്ങൾ നോക്കണം, ജോഷുവയ്ക്ക് പറയുവാൻ ഒരു വാക്കുണ്ട്, എന്താ ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കും. എന്താ കുടുംബം? തൻ്റെ ഭവനത്തിലുള്ള സകല വ്യക്തികളെ കൂട്ടിക്കൊണ്ട് ഒരുമിച്ച് ദൈവസന്നിധിയിൽ കീഴ്പ്പെട്ട് പ്രാർത്ഥിപ്പാൻ തയ്യാറായി. ഈ ലോക്ക്ഡൗൺ തീരുന്ന കാലഘട്ടത്തിൽ ആയുധമായി നിങ്ങൾ പുറത്തു വരണം. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് മറുപടിയുമായി പുറത്തു വരണം. നിങ്ങൾ ഈ ദിവസങ്ങൾ ഭവനത്തിന്റെ അകത്തളങ്ങളിൽ നിന്ന് കരയുന്ന വിഷയങ്ങൾക്ക് മറുപടിയുമായി പുറത്തു വരണം. 21 ദിവസം ഒരു കോഴിക്ക് മുട്ട അടവെക്കുന്നത് പോലെ വെച്ചിട്ട് 21ാമത്തെ ദിവസം പോയി ആ വീട്ടുകാരന്റെ ഉടയവൻ പോയി നോക്കുമ്പോൾ കുഞ്ഞുങ്ങൾ പുറത്തു വരുന്നത് പോലെ നിങ്ങളുടെ പ്രാർത്ഥനകൾ ഈ ലോക്ക്ഡൗൺ തീർന്ന് പുറത്തു വരുമ്പോൾ, അത് എന്നോ ആകട്ടെ, 3-ാം തീയതി ആകാം, അതിലപ്പുറമായിരിക്കാം, എന്നോ ആകട്ടെ, നീ പുറത്തു വരുമ്പോൾ ആമേൻ സകലത്തിന്റെ മേലും മറുപടിയുമായി പുറത്തു വരുവാൻ, ഒരു ദൂത് പ്രാപിച്ച വ്യക്തിയുമായി പുറത്തു വരുവാൻ ഞാൻ നിങ്ങളോട് ആഹ്വാനം ചെയ്തു പ്രാർത്ഥിക്കുന്നു. പ്രിയരെ, നമുക്ക് ദൈവസന്നിധിയിൽ താഴ്ത്തി കൊടുക്കാമോ? നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാമോ? അതിരങ്ങൾ ചലിപ്പിച്ച് ദൈവസന്നിധിയിൽ സ്തോത്രം ചെയ്ത് ആത്മാവിൽ ബലപ്പെടുവാൻ, ആത്മാവിൽ ജാഗരിപ്പാൻ, ഈ ദിവസങ്ങൾ കർത്താവിന്റെ സന്നിധിയിൽ കീഴ്പ്പെട്ടിരുന്ന് കർത്താവിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ച് ചെറുത് നേടിയെടുപ്പാൻ ദൈവം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാമോ? യേശുവിന്റെ നാമത്തിൽ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ റബാരി ശകറ ഹൽകമാന ഓറബബബബ റഖദുല ഹദുനിഗറുഡനമ. യേശുവിന്റെ നാമത്തിൽ കോഴി തന്റെ കുഞ്ഞിനെ ചിറകൻ മറവിൽ മറയ്ക്കുന്നത് പോലെ, കഴുകൻ തന്റെ കുഞ്ഞുങ്ങളെ ചിറകൻ മീതെ വഹിക്കുന്നത് പോലെ ദൈവം ഈ നാളുകൾ നമ്മെ വഹിച്ചു. അമേരിക്ക തടങ്ങി നിൽക്കുമ്പോൾ, ഇറ്റലി ഭയപ്പെട്ടിരിക്കുമ്പോൾ, അനേക രാജ്യങ്ങൾ ഭയപ്പെട്ടിരിക്കുമ്പോൾ ദൈവം നമ്മളെ കരുതിയെ ഓർത്ത് നന്ദിയുള്ള ഹൃദയത്തോട് ദൈവത്തിന് സ്തോത്രം ചെയ്യും. ദൈവമേ, ഞങ്ങൾ ദൈവത്തിന്റെ ബലമുള്ള കൈകൾ താണിരിക്കുക. ഞങ്ങൾ കീഴ്പ്പെടുന്ന കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു ഉയർച്ചയുണ്ട്, ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹമുണ്ട്, ഞങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റമുണ്ടെന്ന് ഞങ്ങൾ അറിയുന്നപ്പാ. ഞങ്ങൾ അനുഗ്രഹിപ്പാൻ നീ വിശ്വസ്തന, ഞങ്ങൾ ഉയർത്തുവാൻ നീ വിശ്വസ്തന. ആ രണ്ട് കരങ്ങളെ ചേർത്തടിച്ച് അന്യഭാഷയുള്ളവർ ദൈവത്തിൽ നിന്ന് പ്രാർത്ഥിച്ച് ഇത് കാണുന്നവർക്ക് ഭോഷത്വമായിട്ടല്ല, ഇതൊരു അനുഗ്രഹമായി വെളിപ്പെടുവാൻ ദൈവത്തിൽ പ്രാർത്ഥിച്ചു തുടങ്ങി. ഹല്ലേലൂയ ദൈവത്തിൽ പ്രാർത്ഥിച്ചു തുടങ്ങി. നീ ഇരുന്നിട്ട് എഴുന്നേൽക്കുന്നത് അത് മഹത്വമായി തീരുവാൻ, നീ ചെറുത് പ്രാപിപ്പാൻ, നീ ദൈവത്തിന്റെ ശബ്ദം കേൾപ്പാൻ, ഒരു പ്രവാചകന്റെ ശബ്ദത്തെക്കാൾ സ്വന്തം പാസ്റ്റർ പ്രാർത്ഥിച്ചൊരു ദൂത് പറയുന്നതിനേക്കാൾ എന്നോട് സംസാരിപ്പാൻ ദൈവം വിശ്വസ്തന. കുഞ്ഞിനെ ചിറകിന്മീതെ വഹിക്കുമ്പോലേ, കുഞ്ഞിനെ ചിറകിന്മീതെ വഹിക്കുമ്പോലേ, കോഴിതൻ കുഞ്ഞിനെ ചിറകടിയിൽ മറയ്ക്കുമ്പോലേ. പറയാമോ? കഴുതൻ തൻ കുഞ്ഞിനെ ചിറകിന്മീതെ വായിക്കുമ്പോലേ, എണ്ണിയാൽ തീരാത്ത നന്മകൾ, ചൊല്ലിയാൽ തീരാത്ത വൻകൃപകൾ, തീരാത്ത നന്മകൾ, ചൊല്ലിയാൽ തീരാത്ത വൻകൃപകൾ. നന്ദി യേശുവേ, നന്ദി യേശുവേ, നീ ചെയ്ത നന്മകൾ ഒരായിരം നന്ദി. നന്ദി യേശുവേ, നന്ദി യേശു, എന്റെ കുടുംബത്തെ കാത്തു പരിപാലിച്ചതായി. നന്ദി യേശുവേ, നന്ദി യേശുവേ, നീ ചെയ്ത നന്മകൾ ഒരായിരം നന്ദി. ശക്തിയാലല്ല, കൈയുടെ ബലത്താലല്ല, നിന്റെയല്ലയോ എന്നെ നടത്തിയത്. ശക്തിയാലല്ല, കൈയുടെ ബലത്താലല്ല, നിന്റെയല്ലയോ എന്നെ നടത്തിയത്. എണ്ണിയാൽ തീരാത്ത നന്മകൾ, ചൊല്ലിയാൽ തീരാത്ത വൻകൃപകൾ, എണ്ണിയാൽ തീരാത്ത വൻകൃപകൾ, ചൊല്ലിയാൽ തീരാത്ത നന്മകൾ.
നന്ദി യേശുവേ, നന്ദി യേശുവേ. ഭയം കൂടാതെ എന്നെ നടത്തിയതാ, വൈഷമ്യമേടുകളിൽ കാരം പേടിച്ചു എന്നെ നടത്തിയതാ. കൂടിരുത്താനായിൽ ഭയം കൂടാതെ എന്നെ നടത്തിയതാ, വൈഷമ്യമേടുകളിൽ കാരം പേടിച്ചു എന്നെ നടത്തിയതാ. ഒരുമിച്ച് എണ്ണിയാൽ എണ്ണിയാൽ തീരാത്ത നന്മകൾ, ചൊല്ലിയാൽ ചൊല്ലിയാൽ തീരാത്ത വൻകൃപകൾ, എണ്ണിയാൽ എണ്ണിയാൽ തീരാത്ത നന്മകൾ, ചൊല്ലിയാൽ ചൊല്ലിയാൽ തീരാത്ത വൻകൃപകൾ. നന്ദി യേശുവേ, നന്ദി യേശുവേ, നീ ചെയ്ത നന്മകൾ ഒരായിരം നന്ദി. നന്ദി യേശുവേ, കയ്യുടെ മേലത്താലല്ല ദയയല്ലയോ എന്നെ നടത്തിയത്, ശക്തിയാലല്ല കയ്യുടെ മേലത്താലല്ല ദയയല്ലയോ എന്നെ നടത്തിയത്. ഒരുമിച്ച് ശക്തിയാലല്ല കയ്യുടെ മേലത്താലല്ല ദയയല്ലയോ എന്നെ നട. ഓ ദീവാനവനാദികളുടെ രിവനാദികളുടെ രിവനം മരമോ ശവനമരുതമ ബലപ്പെടുത്തുന്ന ദൈവം, ഞങ്ങളെ ശക്തീകരിക്കുന്ന ദൈവമേ. ചിറകുകൾ തുളയ്ക്കുന്നത് പോലെ ഈ ദിവസങ്ങൾ ഭവനത്തിന്റെ അകത്തവരിക്കുന്ന അഭിഷിക്തന്മാരെ, അഭിഷിക്ത കുടുംബാംഗങ്ങളെ കർത്താവേ, വിശ്വാസ വൃന്ദങ്ങളെ കർത്താവ് ശക്തീകരിക്കണമേ, ബലപ്പെടുത്തോടെ ബലത്തോടെ എഴുന്നേൽപ്പിക്കണമേ. യേശുവേ, നന്ദി യേശുവേ, നീ ചെയ്ത നന്മകൾ കോരായിരം നന്ദി. ഒരുമിച്ച് പറയാമോ? കരങ്ങളെ ഉയർത്തി. നന്ദി യേശുവേ, നന്ദി യേശുവേ, നീ ചെയ്ത നന്മകൾ കോരായിരം നന്ദി. എൻ ശക്തിയാലല്ല, കൈയുടെ ബലത്താലല്ല, നിന്റെയല്ലയോ എന്നെ നടത്തിയത്. യേശുവേ, എൻ ശക്തിയാലല്ല, കൈയുടെ ബലത്താലല്ല, നിന്റെയല്ലയോ എന്നെ നടത്തിയത്. എണ്ണിയാൽ തീരാത്ത നന്മകൾ,
നമുക്ക് ദൈവത്തോട് പറയാമോ? എത്ര നന്ദി പറഞ്ഞാലും മതി വരത്തില്ല കർത്താവേ, എത്ര ചൊല്ലിയാലും ഞങ്ങൾക്ക് തീരത്തില്ല. ദൈവമേ, നിന്റെ ബലമുള്ള കൈക്കീഴിൽ താണിരിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. എന്നെ ലൈവിൽ ശ്രദ്ധിക്കുന്ന എല്ലാ വ്യക്തികളോടും പകൽക്കാലം ഞാൻ നിങ്ങളോട് ഒരു ദൂത് കൈമാറുകയാണ്. ദൈവത്തിന്റെ ബലമുള്ള കൈക്കീഴിൽ താണിരിപ്പാൻ തയ്യാറാണോ? നമ്മെ ഉയർത്തുവാൻ, നമ്മുടെ വിഷയങ്ങൾക്ക് മറുപടി തരുവാൻ, നേറുന്ന പ്രശ്നങ്ങളിൽ നിന്ന് വിടുവിപ്പാൻ, പ്രതികൂല സാഹചര്യത്തിൽ നിന്ന് വിടുവിപ്പാൻ, നാളുകളായി പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളുടെ മേൽ, വർഷങ്ങളായി പ്രാർത്ഥന വിഷയത്തിന്റെ മേൽ മറുപടി തരുവാൻ ദൈവം വിശ്വസ്തനാണ്. നമ്മുടെ കണ്ണുകളടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗീയ നല്ല പിതാവേ, അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ ബലമുള്ള കൈക്കീഴിൽ താണിരിപ്പാൻ ഞങ്ങളെ ഒന്ന് സഹായിക്കണമേ. ഈ ദിവസങ്ങളിൽ അങ്ങയുടെ ബലമുള്ള കൈക്കീഴിൽ താണിരുന്നുകൊണ്ട് ജീവിതങ്ങളെ ശോധന ചെയ്യുന്ന വ്യക്തികളുടെ ജീവിതത്തിന്റെ മേൽ അസാധാരണമായ ഒരു ദൈവപ്രവർത്തി വെളിപ്പെടുവാൻ സ്വർഗത്തിലെ ദൈവമേ അങ്ങയുടെ വരുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങൾ ശരീരം കൊണ്ട് പല ഭാഗങ്ങളാണെങ്കിലും ആത്മാവ് കൊണ്ട് ഞങ്ങൾ സമീപസ്ഥരാണ്. യേശുവിന്റെ നാമത്തിൽ ശാരീരികമായിട്ട് ഭാരപ്പെടുന്നവർ, അവരുടെ മേൽ യേശുവിന്റെ നാമത്തിൽ വിടുതൽ വ്യാപരിക്കട്ടെ. മാനസികമായി തകർന്നിരിക്കുന്നവരെ സ്വർഗം ആശ്വസിപ്പിക്കണമേ. സാമ്പത്തികമായി ഊട്ടയപ്പെട്ടവരുടെ മേൽ ആ ഭൗതിക നന്മയുടെ വാതിലുകൾ സ്വർഗം തുറക്കണമേ. കർത്താവേ, എല്ലാ മേഖലയിലും ഒരു സ്വാതന്ത്ര്യത്തെ വരുത്തുവാൻ ഞങ്ങളുടെ ഉറ്റവർ, ഉടയവർ, ചാർച്ചക്കാർ, ബന്ധുമിത്രാദികൾ, വിദേശത്തായിരിക്കുന്ന സഹോദരങ്ങളെല്ലാം, സഹോദരിമാരെല്ലാം കരുതണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവേ, ഇത് ശ്രദ്ധിക്കുന്ന സകല വ്യക്തികളെയും എന്റെ കർത്താവ് അനുഗ്രഹിക്കണമേ. ഒന്നുപോലും കുറയാതെ അങ്ങയുടെ രാജ്യത്തിന്റെ അവകാശികളാക്കി ഇവർ ഓരോ വ്യക്തികളെ മാറ്റണമേ. പകൽക്കാലം കർത്താവേ, ഞങ്ങളുടെ കുടുംബങ്ങളെ, കുഞ്ഞുങ്ങളെ, മാതാപിതാക്കന്മാരെ, സഹോദരിമാർ, സഹോദരന്മാർ, എല്ലാ വിശ്വാസികളെയും 5 ഭൂഖണ്ഡത്തെ ഞങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ദേശം, ഞങ്ങളുടെ പട്ടണം, ഞങ്ങളുടെ രാജ്യം, ഏഷ്യ, യൂറോപ്പ്, ആഫ്രിക്ക, കർത്താവ്, വടക്കേ അമേരിക്ക, തെക്കേ അമേരിക്ക, ഓസ്ട്രേലിയ, എല്ലാ രാജ്യങ്ങളുടെ മേലും ദൈവിക കരം ചലിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ജനം ഞങ്ങളെ തന്നെ താഴ്ത്തി അങ്ങയിലേക്ക് തിരിയുവാൻ അങ്ങ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇത്രത്തോളം സഹായിച്ച കൃപകൾക്കായി സ്തോത്രം. ഓൺലൈനിൽ വീക്ഷിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണം. അത്ഭുതങ്ങളെ ചെയ്യും യേശുവിന്റെ നാമത്തിൽ തന്നെ പിതാവാം ദൈവമേ, ആമേൻ. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ആശീർവാദം കർത്താവായ യേശുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹം പരിശുദ്ധന്റെ കൂട്ടായ്മയും സഹവാസവും വീണ്ടും നമ്മൾ കാണുന്നവരെയും ക്രൂശിൽ നമ്മൾ മറക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.